So we're going to start with the revision test paper, September 2024-ന്റെ ബിസിനസ് ലോയുടെ നമ്മളുടെ കംപ്ലീറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ മാരത്തോൺ സെഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ബാക്കിയുള്ളതിൻ്റെ അത് കമ്മിങ് ഡേയ്സ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മാരത്തോൺ എടുക്കാത്ത സെഷൻസിൻ്റെ ആണെങ്കിലും നമ്മൾ പോകുന്നുണ്ട്, അതായത് അതിൻ്റെ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ RTP സെഷൻ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കവേർഡ് ആണ്. IRF ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ സർ ഓൾറെഡി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കവേർഡ് ആണ്. എനിക്കൊന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നേ ഉള്ളൂ, അതും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും പിന്നെ എനിക്കൊന്ന് മറ്റേ സ്പെഷ്യൽ കോൺട്രാക്ട്സും സാറിൻ്റെ കഴിഞ്ഞതാണ്. സോ ഓൾ ദോസ് വിൽ ബി ഡിസ്കസിങ് ഹിയർ. ഏതൊക്കെ ക്വസ്റ്റൻസ് അവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ എവറിത്തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഇൻ ടോട്ടൽ 22 ക്വസ്റ്റൻസ് അവർ ഇട്ടേക്കുന്നത്. സോ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു 10-12 ക്വസ്റ്റൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും, ദെൻ വിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ വിൽ ഡിസ്കസ് റിമൈനിങ് ക്വസ്റ്റൻസ്. സോ ഈ സെഷനിൽ നമ്മൾ RTP മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. RTPയിലെ ക്വസ്റ്റൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതതായ ആക്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ നെഗോഷ്യബിൾ നമ്മൾ മാരത്തോൺ കഴിഞ്ഞിട്ടില്ല. സോ നെഗോഷ്യബിളിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുവാണ്, വേറൊരു ഏരിയയിലായിരിക്കും ഡൗട്ട്, പക്ഷേ ആ ഒരു മാരത്തോണിൻ്റെ സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ചെയ്യുക. ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. സോ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. Good evening, good evening. Okay, so we are going to start with the first one. നമ്മൾ ഓൾറെഡി പഠിച്ച് ഞാൻ താഴെ കാണിച്ച് നിങ്ങൾക്ക് ഒരു ലിങ്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ IRFൻ്റെ ക്വസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം അതിനകത്ത് എല്ലാ ആ മാരത്തോണിനകത്ത്, അതായത് തൊട്ട് മുന്നത്തെ ടൈറ്റൻസ് ബാച്ചിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മളെല്ലാ കംപ്ലീറ്റ് ടോപ്പിക്സ് ഓഫ് IRF ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റൻ അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ RTPക്കകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റൻ. സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു. സോ ഇത്തവണ RTP ക്വസ്റ്റൻസ് മാറിയിട്ടുണ്ട്. നൗ ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റൻ. വാട്ട് ഇസ് ലോ ആൻഡ് വാട്ട് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ലോ? നൗ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഇസ് എ സെറ്റ് ഓഫ് ഓബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിനെയാണ് നമ്മൾ ലോ എന്ന് പറയണേ. വിച്ച് ഇസ് ഫോർ വാട്ട്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഫോർ സെക്യൂറിങ് ദ വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കുവാണെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾക്ക് എതിരെ ഒരു പണിഷ്മെന്റ് വരിക, എന്നിട്ട് മറ്റാൾക്ക് ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് തന്നെ. ഇന്ത്യസ് ലീഗൽ ഫ്രെയിംവർക്ക് റിഫ്ലെക്ട്സ് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് അവർ വാസ്റ്റ് ഡൈവേഴ്സിഫൈഡ് കൺട്രി. സോ ഇന്ത്യയിലെ പല കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോ എന്ന് വന്നത്, ഫോർ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്. സോ ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ട്രൈ ടു റിക്കളക്ട്, കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കണം. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഒരു സെറ്റ് ഓഫ് ഓബ്ലിഗേഷൻസ് ആണ്, ഡ്യൂട്ടീസ് ആണ്. ആരാണ് ഇമ്പോസ് ചെയ്തേക്കുന്നത്? ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെക്യൂറിംഗ് ദ വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ഫോർ ദ സൊസൈറ്റി. ഇന്ത്യസ് ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് ഓൾ ഇസ് ഇറ്റ് റിഫ്ലെക്റ്റിംഗ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് അവർ ഡൈവേഴ്സിഫൈഡ് കൺട്രി. സോ നമ്മുടെ കൺട്രിയുടെ കുറേ ആസ്പെക്ട്സ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോ വന്നേക്കുന്നത്. നോ വാട്ട് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ലോ? അത് നമ്മൾ ആദ്യം ഓർക്കണം. നമ്മൾ ലോ ഉണ്ടാവുന്നതിന് മുന്നേ, നമ്മൾ അല്ലെങ്കിൽ ലോ പാസ്സാകുന്നതിന് മുന്നേ ഒരിക്കലും അതിനെ ലോ അല്ലെങ്കിൽ ആക്ട് നമ്മൾ വിളിക്കൂല. ഓക്കെ, സോ നമ്മളത് ഇതിലോട്ടാണ് പോകുന്നത്. ഹൗ വിൽ വി സേ ദാറ്റ്, ഹൗ വിൽ വി കോൾ എ പെർട്ടിക്കുലർ ആക്ട് ഒരു ലോ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബില്ല് നമ്മൾ എവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യണം? നമ്മൾ പാർലമെന്റിൽ പ്രസന്റ് ചെയ്യും. കുറേ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് നടക്കും ആ ബില്ലിന്റെ മുകളിൽ. ആ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ നടന്നതിന് ശേഷം അത് എവിടെ പാസ്സാവണം? ലോക്സഭയിൽ പാസ്സാവും. ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞിട്ട് ഇറ്റ് ഹാസ് ടു ഗെറ്റ് പാസ്ഡ് ഇൻ ദ രാജ്യസഭ. അതിന്റെ ശേഷം യു ഹാവ് ടു ഗെറ്റ് ദ പ്രസിഡന്റിന്റെ എസെന്റ് എന്ന് പറഞ്ഞാൽ ഒപ്പിടും. അപ്പോൾ ആ ഒപ്പിട്ടിട്ട് അതിനെ ഫൈനലായിട്ട് ആക്ട് എന്ന് വിളിക്കും. നൗ ഇതിന് ശേഷം ലോ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. അതായത് അതിനുശേഷമാണ് യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ ബിൽ ആസ് എൻ ആക്ട്. സോ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ബില്ല് കൊണ്ടുപോയി നിങ്ങൾ വീൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. അതായത് ഒരു ബില്ല് നിങ്ങൾ പ്രപ്പോസ് ചെയ്യും. ആ ബില്ല് എവിടെ പ്രപ്പോസ് ചെയ്യേണ്ടത്? പാർലമെന്റിലാണ്. കുറേ മറ്റേ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസിന് ശേഷം ഇറ്റ് വിൽ ഗെറ്റ് പാസ് ഇൻ ദ ലോക്സഭ. അതിനുശേഷം ഇറ്റ് ഹാസ് ടു ഗെറ്റ് പാസ് ഇൻ ദ രാജ്യസഭ. അതിനുശേഷം ഇറ്റ് ഹാസ് ടു ഗെറ്റ് ദി അസെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിനുശേഷമാണ് യു ആക്ച്വലി നോട്ടിഫൈ ഇറ്റ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഗവൺമെന്റ് അത് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് ഏത് ഡേറ്റിലാണോ ആ ഒരു നോട്ടിഫിക്കേഷനകത്തൊരു ഡേറ്റ് മെൻഷൻഡ് ആയിരിക്കും. ആ ഡേറ്റിനെയാണ് ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡേറ്റ് തൊട്ടിട്ടാണ് ആക്ട് വരിക. ഓക്കെ, മുസമിൽ സാർ വന്നിട്ടുണ്ടല്ലോ. മുസമിൽ സാർ വന്നതുകൊണ്ടാണ് ആ തീ വന്നിരിക്കുന്നത്. ഓക്കെ,
Now, once it is notified and effective, it is called the Act of Parliament. So, the notify ചെയ്തതിന് ശേഷമാണ് we will call it as Act of Parliament. So, law pass ആക്കുന്നതിന് മുന്നേ ഒരിക്കലും അതിനെ ആക്ട് എന്ന് വിളിക്കത്തില്ല അല്ലെങ്കിൽ law എന്ന് വിളിക്കില്ല. We will call it as a bill. Now, bill has to get discussed or it has to be passed in the Lok Sabha, then Rajya Sabha, then assent of President of India, then official gazette അത് നോട്ടിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു ഡേറ്റ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കും. That will be called as effective date. അതിനുശേഷം we can call that particular bill as Act of Parliament. ഇവിടെ വരെ ക്ലിയർ ആണോ? What is law and the process of making a law? Is it clear? Okay അല്ലേ? Sit done. What is law? IRF in the one question done മനസ്സിലായിട്ടില്ലേ? RTP. Okay. Now let us continue with the Indian Contract Act. So Indian Contract Act sir എടുത്ത ഒരു ഏരിയ ആണ്. So കാണാത്ത ആൾക്കാർ you have to watch sir എടുത്ത complete contract portion including the special contract portions നിങ്ങൾ പോയി കവർ ചെയ്യണം. സോ ഇൻ കേസ് കാരണം RTP ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ആക്ടിനെ പറ്റി കംപ്ലീറ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ട് RTP നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആകും. ഓക്കെ, നോ നിങ്ങളോട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് ഓരോ അറ്റംപ്റ്റിലും ഓരോ രീതിയിൽ RTPയിൽ ക്വസ്റ്റൻ വരിക. നോ ദിസ് ടൈം ദേ വാസ്റ്റ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. നിങ്ങളോട് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. കുറേ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് അല്ലേ, വോയിഡ്, വോയിഡബിൾ, വാലിഡ്, പല രീതിയിലുണ്ട് കോൺട്രാക്ട്സ്. സോ ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. Explain the type of contract in the following agreements under the Indian Contract Act. Rahul contracts with Bhanu, the owner of the factory, for supply of 10 tons of sugar. But before the supply is effected, the factory catches fire and everything is destroyed. അതായത് രാഹുൽ ഭാനുവായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തുമായിട്ട് അവർ ആ മറ്റേ സബ്ജക്ട് മാറ്റർ എന്തായിരുന്നു, സപ്ലൈ ചെയ്യാനായിട്ടാണ് 10 tons of sugar. 10 tons of sugar തരണം. പക്ഷെ സപ്ലൈ നടക്കുന്നതിന് മുന്നേ തന്നെ ഫാക്ടറിയിൽ മറ്റേ ഫയർ ഉണ്ടാവുന്നു. സോ എവ്രിതിങ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ്. ഇപ്പം ആ സബ്ജക്ട് മാറ്ററേ അവിടെ ഇല്ല. ആ സബ്ജക്ട് മാറ്ററേ അവിടെ ഇല്ലാതായി പോയി. ഇപ്പോൾ സബ്ജക്ട് മാറ്റർ ഇല്ലാതാകുമ്പോൾ ആ കോൺട്രാക്ട് നമുക്ക് പെർഫോം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല. സോ സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇസ് കോൾഡ് വോയിഡ് കോൺട്രാക്ട്. ക്ലിയർ അല്ലേ? വോയിഡ് ആണ്, കോൺട്രാക്ട് വോയിഡ് ആണ്. സോ നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ നേരത്തെ ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ട. ഇതുവരെ കോമൺ ആയിട്ട്, അതായത് ജസ്റ്റ് ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആൻസർ പ്രസന്റേഷൻ പോയിട്ടേ ഉള്ളൂ. നൗ ഹൗ വിൽ യു പ്രസന്റ് ദി ആൻസർ? നമ്മൾ പലതവണ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു വിൽ റൈറ്റ് പ്രൊവിഷൻ വേർ യു വിൽ റൈറ്റ് ദിസ് ഇസ് എ വോയിഡ് കോൺട്രാക്ട്. എന്നോട് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ജസ്റ്റ് പേര് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതിയോ? അതായത് ഇത് മാത്രമൊന്നുമല്ല, പാർട്ട്ണർഷിപ്പിനകത്ത് പേര് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതിയോ? എക്സ്പ്ലനേഷൻ്റെ കാര്യമുണ്ടോ? സി പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്ക് അത്രയും കുറവേ കിട്ടുള്ളൂ. ഇഫ് യു വോണ്ട് ദറ്റ് ഫുൾ മാർക്സ് യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. സോ പ്രൊവിഷനകത്ത് നിങ്ങൾ പറയും, യു വിൽ റൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2(1) പ്രൊവിഷനകത്ത് ഇറ്റ് ഇസ് എ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് വോയിഡ് കോൺട്രാക്ട് മൊത്തം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അനാലിസിസിനകത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന സംഭവം യു വിൽ റൈറ്റ്, ഫാക്റ്റുകൾ നിങ്ങൾ എഴുതുന്നു. നൗ കൺക്ലൂഷനകത്ത് നിങ്ങൾ എഴുതും, ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബവ് പ്രൊവിഷൻ ഇതൊരു വോയിഡ് കോൺട്രാക്ട് ആണ്. സോ 1 ലൈൻ ആയിട്ട് കൊടുക്കുക. വീണ്ടും കുറേ കുട്ടികൾ അഗെയിൻ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അനാലിസിസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മൊത്തം കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണോ? നിങ്ങൾ അനാലിസിസ് ഈ ക്വസ്റ്റ്യൻ മൊത്തം കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരു മാർക്ക് പോലും തരാൻ പോകുന്നില്ല. ഇതൊരു ഫോർമാറ്റ് ആണ്. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ആണ്. സോ അവിടെ പ്രൊവിഷനും കൺക്ലൂഷനും ആണ് മാർക്ക് വീഴുന്നത്. അനാലിസിസ് ഈ ഫോർമാറ്റിന്റെ ഭാഗമായതുകൊണ്ട് എഴുതുന്നേ ഉള്ളൂ. സോ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വെറുതെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. വേണ്ട ഫാക്റ്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതി. സോ ആ വേണ്ട ഫാക്റ്റുകൾ, കാരണം അതിനകത്ത് അഡീഷണൽ മാർക്ക് കിട്ടാനും കുറയ്ക്കാനും ഒന്നും പോകുന്നില്ല. സോ സിൻസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദറ്റ് പ്രസന്റേഷൻ യു വിൽ റൈറ്റ് അനാലിസിസ്. സോ ഈ ആൻസർ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രൊവിഷനകത്ത് വോയിഡ് കോൺട്രാക്ട് എന്ന് എഴുതുക, വോയിഡ് കോൺട്രാക്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അനാലിസിസിനകത്ത് പറയുക, രാഹുൽ കോൺട്രാക്ട്സ് വിത്ത് ബാനു ഫോർ 10 tons of sugar which get destroyed by fire. അത്രമാത്രം കൊടുക്കുക. കൺക്ലൂഷനകത്ത് ഇൻ ദ ലൈറ്റ് ഓഫ് ദി എബവ് പ്രൊവിഷൻ ഇതൊരു വോയിഡ് കോൺട്രാക്ട് ആണ്. അങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ക്ലിയർ അല്ലേ? ടൈപ്സ് ഓഫ് കോൺട്രാക്ടിനകത്തെ ഫസ്റ്റ് പാർട്ട്. നൗ സെക്കൻഡ് പാർട്ടാണ്. A coolie in uniform picks up the luggage of Rohan to be carried out of the railway station without being asked by Rohan, and Rohan allows him to do so. റോഹനോട് ചോദിക്കാതെ തന്നെ അവന്റെ ലഗേജ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണെന്നാണ് ചോദിക്കുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു സാധനം സാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് ആ കൂലി ആ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല റോഹൻ ആ കൂലിയോട് പറഞ്ഞു എൻ്റെ ഗുഡ്സ് എടുക്കണ്ട, എൻ്റെ ലഗേജ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സോ മിണ്ടാതിരുന്നു. സോ എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആയി?
ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബൈ ദ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ബൈ ദ കണ്ടക്ട്, പ്രവൃത്തിയിൽ കൂടെ നമ്മളത് സമ്മതിച്ചു. എക്സ്പ്രസ്ലി നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, റിട്ടൺ ആയിട്ടോ വേർഡ് സ്പോക്കൺ ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ബൈ ദ കണ്ടക്ട്, ആ കൂലി ആ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ, ലഗേജ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു നോയും ആരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു ക്വസ്റ്റനിൽ പറയുന്നില്ല, റോഹന്റെ അടുത്തുനിന്ന് പറഞ്ഞു പറയുന്നില്ല. സോ ദെയർഫോർ സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. സോ നിങ്ങൾ ആൻസർ പ്രസന്റേഷനകത്ത് അഗൈൻ യു വിൽ റൈറ്റ് പ്രൊവിഷൻ, വേർ യു വിൽ റൈറ്റ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്, എന്നിട്ട് യു വിൽ എക്സ്പ്ലെയിൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. നൗ അനാലിസിസിനകത്ത് വേണ്ടത് മാത്രം, Coolie picks up the luggage of Rohan without being asked. Rohan allows to do so. Conclusion at in the light of the above provision, in the Rahul allowing him to do so is an implied contract. So Rohan allow ചെയ്തതിനെ നമുക്ക് എന്തായിട്ട് തന്നെ കാണാം, implied contract ആയിട്ട് കാണാം. So it is an implied contract. Rohan must pay for the services of the coolie. ഈ കേസിൽ റോഹൻ ആ കൂലിക്ക് പേ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ശരിക്കും അത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങളോട് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞേ ഉള്ളൂ. സോ ഇത് ഈ മസ്റ്റ് പേ എന്നുള്ള സംഭവം, even if you don't write, I don't think they're going to cut marks. So implied contract എന്താണ് എഴുതുക, implied contract comes into existence by implication, പ്രവൃത്തിയിൽ കൂടെ. Most often implication is by law or by action. പൊതുവെ implication എന്ന് പറഞ്ഞാൽ law പറയും ചില കാര്യങ്ങൾ implied ആണ്, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Section 9 of the Indian Contract Act 1872 contemplates such implied contract when it lays down that in so far as such proposal or acceptance is made otherwise than in words, the promise is said to be implied. അതായത് ഏതെങ്കിലും ഒരു അക്സെപ്റ്റൻസ് അത് നമ്മൾ ബൈ വേർഡ്സ് സ്പോക്കൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ബൈ ആക്ഷൻ നമ്മൾ അത് കൺവേ ചെയ്തിട്ടുണ്ടാവും. സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ്. ക്ലിയർ അല്ലേ? യെസ്, ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് നെയിം മാത്രം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുള്ളൂ. യു വിൽ ഐഡന്റിഫൈ ദ നെയിം ആൻഡ് യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഇസ്. വോയിഡ് എന്ന് ഐഡന്റിഫൈ ചെയ്തു, യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് വോയിഡ് കോൺട്രാക്ട്. യു ഐഡന്റിഫൈഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്, യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഇംപ്ലൈഡ്. മസ്റ്റ് പേ എന്നുള്ള സംഭവം ആക്ച്വലി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് നോട്ട് ആസ്ക്ഡ് എനിത്തിങ് എൽസ്. യെസ്, സി ഇതിനകത്ത് പ്രത്യേകത, ഇറ്റ് ഇസ് ആക്ച്വലി എ ഫോർമാറ്റ്. സോ അത് എല്ലാത്തിനും ഫോളോ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. സോ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ എവിടെ മാറ്റണ്ടാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് തീരെ സമയം തികയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഓൾ യു ക്യാൻ ഡു ഇസ് പ്രൊവിഷൻ. ഞാൻ എന്തിനെങ്ങനെ എഴുതുന്നതെന്ന് ഒരു റീസണും കൂടെ പറഞ്ഞുതരാം. പ്രൊവിഷൻ എന്നിട്ട് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ഒരുമിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് എന്തിനാന്ന് ചോദിച്ചാൽ സമയം തീരെ തികയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ, കാരണം എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മളിപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കലർത്തി എഴുതി, ഇംപ്ലൈഡ് കോൺട്രാക്റ്റോ ആ തന്നേക്കുന്ന ഫാക്ട്സ് ആൻഡ് കേസ് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ എഴുതിയിട്ട് നമ്മുടെ പ്രസന്റേഷനും നമ്മൾ ഉപയോഗിച്ച വേർഡ്സും ലോ ലാംഗ്വേജും ഒക്കെ ബിഗ് സ്റ്റെപ്പായി തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. ആ കേസിൽ നമുക്ക് ഒരു മാർക്കും കിട്ടൂല. സോ ഇവിടെ നമ്മൾ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ, ഈവൻ ഇൻ കേസ് ഇത് കുറച്ച് ഒരു നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ പ്രൊവിഷൻ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് വീഴും. സോ അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. Now let us continue again. So ഇത് മനസ്സിലായി, ഈ രാഹുൽ contract with Bhanu is actually a case of void and this is a case of implied contract. And the third case, obligation of finder of lost goods to return them to the true owner. ഇത് ഏതാണ്? കോസി കോൺട്രാക്ട് ആണ്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ്, ഞാൻ എല്ലാത്തിനും ചെറിയൊരു അർത്ഥം പറഞ്ഞുതരാം. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അവിടെ കോൺട്രാക്ട് സംഭവിക്കുന്നില്ല. അതായത് എൻ്റെ ഒരു ഫോൺ കാണാതെ പോകുന്നു, എൻ്റെ ഫോൺ കിട്ടുന്നത് റോഷന്റെ കയ്യിലാണ്. സോ റോഷനും ഞാനും തമ്മിൽ അവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല. റോഷൻ എൻ്റെ ഗുഡ്സ് കൈ കിട്ടുമ്പോൾ അത് റോഷന്റെ ഗുഡ്സ് അല്ല. റോഷൻ ശരിക്കും അതിന്റെ ട്രൂ ഓണറിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കണം. അതിനെ പറയും അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്. ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്, നമുക്കെല്ലാം സൊസൈറ്റിയുടെ ഒരു ഓബ്ലിഗേഷൻ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനാണ് നമ്മൾ കോസി കോൺട്രാക്ട് എന്ന് പറയുക. സോ മണി പെയ്ഡ് മൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത് റോഷൻ അവകാശപ്പെട്ട പൈസയല്ല, അറിയാതെ ഞാൻ പേര് മാറിയിട്ട് എൻ്റെ കോൺടാക്റ്റിനകത്ത് 2 റോഷൻ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വേറെ റോഷനാണ് ഉദ്ദേശിച്ചത്. മുഹമ്മദ് റോഷനാണ് പൈസ പോയെന്ന് വിചാരിക്കുക. ഞാൻ അത് മുഹമ്മദ് റോഷന് കിട്ടേണ്ട പൈസ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു റിട്ടേൺ ബാക്ക് ദാറ്റ് പെർട്ടിക്കുലർ മണി. സോ മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് എന്നാണ്. അത് എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്? കോസി കോൺട്രാക്ട്. സോ കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, ശരിക്കും അവിടെ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് സംഭവിക്കുന്നില്ല. അതായത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളും ഇരുന്ന് എക്സ്പ്രസ്ലി ബൈ വേർഡ്സ് ബൈ ഇംപ്ലൈഡ് ആക്ഷൻ കോൺട്രാക്ട് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ അവിടെ ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ കാരണം ഈ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്ടിന്റെ പേരാണ്
കോസി കോൺട്രാക്ട്. സോ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് തന്നെയാണ്? കോസി കോൺട്രാക്ട് ആണ്. ഓക്കെ, കോസി കോൺട്രാക്ടിന്റെ എൻറ്റയർ കണ്ടീഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. A quasi contract is not an actual contract, but it resembles a contract. So keyword എന്താണ്? It resembles a contract. It is created by the law under certain circumstances. ചില circumstances law തന്നെ create ചെയ്യുന്ന type of contract ആണ്. The law creates and enforces legal rights and obligations where no real contract exists. So നിങ്ങൾക്ക് എന്തൊക്കെ keywords ഓർത്തെടുക്കാം? ഇവിടെ ഒരു actual contract ഇല്ല, actual contractuമായിട്ട് resemble ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് created by law under certain circumstances ആണ്. ചില legal rights and obligations create ചെയ്യപ്പെടുന്നുണ്ട്. സച്ച് ഓബ്ലിഗേഷൻസ് ആർ നോൺ ആസ് കോസി കോൺട്രാക്ട്. അങ്ങനത്തെ ആ ഓബ്ലിഗേഷൻ ലോ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസി കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദർ ഇസ് നോ ഇന്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ഐദർ പാർട്ടി ടു മേക്ക് എ കോൺട്രാക്ട്, ബട്ട് ലോ ഇമ്പോസസ് എ കോൺട്രാക്ട് അപ്പോൺ ദ പാർട്ടീസ്. രണ്ട് ആൾക്കാരും തമ്മിൽ, രണ്ട് പാർട്ടീസും തമ്മിൽ ഒരു ഇന്റൻഷനും ഇല്ല കോൺട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി, പക്ഷെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്. സച്ച് ടൈപ്പ് ലോ ഇമ്പോസ് ചെയ്യുവാണ് പാർട്ടീസിന് മുകളിൽ. സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇസ് കോൾഡ് കോസി കോൺട്രാക്ട്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്മൾ IRFിന്റെയും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെയും 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? Okay, now we are going for the next set of question. Again, Indian contract. നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ആക്ട് ആണ്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. Now we are going for the next one. Okay. Amit, a minor, was studying in a college. On 1st July 2023, he took a loan of 1 lakh from Bhavesh for payment of his college fees and to purchase books and agreed to repay by 31st December 2023. So, Amit ഒരു മൈനർ ആണെന്ന് ഓർത്തോണം, കോളേജിൽ പഠിക്കുകയാണ്. 1st July 2023 അമിത് ഒരു ലോൺ എടുക്കുന്നു 1 lakh rupees. ഭവേഷിന് അടുത്തു നിന്നാണ് മേടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആളുടെ കോളേജ് ഫീസ് അടയ്ക്കാനായിട്ടും ബുക്സ് പർച്ചേസ് ചെയ്യാനായിട്ടും. എന്നിട്ട് 31st December തിരിച്ചടയ്ക്കാം എന്നാണ് പറയുന്നത്. Amit possesses asset worth 9 lakh rupees. 9 lakh worth rupees ആയിട്ടുള്ള assets ആളുടെ കയ്യിലുണ്ട്. On the due date, Amit fails to pay back the loan to Bhavesh. So, Amit തിരിച്ച് കൊടുക്കുന്നില്ല. Bhavesh now wants to recover the loan from Amit out of his assets. So, assetsൽ നിന്ന് ആ പറയുന്ന പൈസ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? Again, ഇത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്? കോസി കോൺട്രാക്ടിന് അടിയിൽ വരുന്ന വളരെ സിമിലർ ആണ്. കോസി കോൺട്രാക്ടിന് അടിയിൽ അഗെയിൻ വരുന്നതാണ്. നോക്കി, ഞാൻ പറഞ്ഞില്ലേ കോസി കോൺട്രാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട്, സോ മൈനർ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട് ആണ്. സോ എനി വൺ ഹു ഇസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഇസ് സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ വിത്ത് നെസസറീസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നെസസറീസ് സപ്ലൈ ടു ദ മൈനർ. എന്തിനു വേണ്ടിയിട്ടാ? നെസസറീസ് സപ്ലൈ ടു എ മൈനർ. നെസസറീസ് ഒന്ന് എന്താ? അവന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം നെസസറീസ് ആണ്. സോ നെസസറീസ് സ്യൂട്ടഡ് ടു ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. ആരെങ്കിലും ഒരാൾ മറ്റൊരു മൈനറിന് എന്തെങ്കിലും അയാളുടെ നെസസറീസിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നു. ദ പേഴ്സൺ ഹു ഹാസ് ഫർണിഷ്ഡ് സച്ച് സപ്ലൈസ് ഈസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് ഇൻകേപ്പബിൾ പേഴ്സൺ. സോ ഒരു ഇൻകേപ്പബിൾ പേഴ്സൺ ഉണ്ട്. സോ മൈനർ ഒരു ഇൻകേപ്പബിൾ പേഴ്സൺ ആണ്. അയാൾ ഇൻകേപ്പബിൾ പേഴ്സണിന് വേണ്ടിയിട്ട്, ഇൻകേപ്പബിൾ പേഴ്സൺ എന്തെങ്കിലും ഒരു ലോൺ എടുക്കുന്നു, അയാളുടെ നെസസിറ്റീസിന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്. ആ പറയുന്ന നെസസിറ്റീസ് ഒരാൾ സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു മേജർ സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ല പേഴ്സൺ കേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു കോൺട്രാക്ട് സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ആ നെസസറീസ് സപ്ലൈ ചെയ്ത സമയത്ത് ആൾക്ക് കുറച്ച് പൈസ ഇൻകേർഡ്, കുറച്ച് എക്സ്പെൻസ് ഇൻകേർഡ് ആയി കാണും. ആ പറയുന്ന എക്സ്പെൻസ് മൈനറിന്റെ അടുത്തുനിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നെസസറീസ് ഒരു മൈനറിന് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ പേഴ്സണൽ അസറ്റ്സ് എത്ര വാല്യൂ ആയിട്ടുണ്ടോ അത്രയിൽ നിന്ന് മറ്റേ റീഇംബേഴ്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതും ഒരു കോസി കോൺട്രാക്ടിന് ഒരു കണ്ടീഷൻ തന്നെയാണ്. In the instant case, since the loan given to Amit is for the necessary suited to the condition in the life of the minor, his assets can be sued to reimburse the Bhavesh. Hence, Bhavesh can proceed against the assets of Amit. ഇത് പ്രസന്റ് ചെയ്യുമ്പോഴും ഒരേ രീതിയിൽ കൊടുക്കുക. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. ഇവിടെ നിങ്ങൾ പ്രൊവിഷനകത്ത് ആ നെസസറി സപ്ലൈ ടു മൈനർ ഇല്ലേ, അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. അനാലിസിസിനകത്ത് നിങ്ങൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുക. അമിത് ഒരു മൈനർ ആയിരുന്നു. കോളേജിന് വേണ്ടിയിട്ട് കോളേജ് ഫീസ് അടയ്ക്കാനും ബുക്സ് പർച്ചേസ് ചെയ്യാനായിട്ടും ലോൺ എടുക്കുന്നു. ഭവേഷിന് എടുത്തുനിന്ന് അസറ്റ് വർത്ത് 9 lakh ഉണ്ട്. അമിത് ഫെയിൽ ബാക്ക് ചെയ്യുവാണ്. അത് റിക്കവർ ചെയ്തെടുക്കുക. ഇത്ര മാത്രം കൊടുക്കുക.
ഇത്ര മാത്രം അനാലിസിസിനകത്ത് കൊടുക്കുക. കൺക്ലൂഷനകത്ത് നിങ്ങൾ എടുക്കുക, യെസ് ഭവേഷിന് അത് റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഫ്രം അമിത് ബിക്കോസ് നെസസറി സപ്ലൈ ടു ദ മൈനർ ഓർ എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട് ഇറ്റ് ക്യാൻ ബി റീഇംബേഴ്സ് ഫ്രം ദ പേഴ്സണൽ അസറ്റ്സ്. ക്ലിയർ അല്ലേ? സെക്ഷൻ എപ്പോഴും എഴുതുന്നത് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഓഫ് ആൻസറിന് വ്യത്യാസം ഉണ്ടാവും. അവർ യു മേ റൈറ്റ് എന്നാണ് പറയുന്നത്, എഴുതുന്നത് കൊണ്ട് മാർക്ക് കിട്ടിയുന്നില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ ഭയങ്കര കിഡിലുമായിട്ട് ആൻസർ പ്രസന്റ് ചെയ്തു, സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്വാളിറ്റി ഓഫ് ആൻസർ കുറയുമല്ലേ. സോ ഞാൻ പഠിപ്പിക്കാൻ നേരത്തെ എപ്പോഴും ഞാൻ സെക്ഷൻ നമ്പർ എഴുതണം എന്ന് തന്നെ പറയാറുള്ളൂ. അതിനനുസരിച്ച് ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് വരും. നമ്മൾ വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ പോരെ. ഇപ്പം ഞാൻ ആൻസർ എഴുതുന്നു, ഫാദിൽ ആൻസർ എഴുതുന്നു. ഇപ്പം ഞാൻ ആൻസർ എഴുതുമ്പോൾ ഞാൻ സെക്ഷൻ നമ്പറൊക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് പ്രൊവിഷൻ എഴുതുന്നു, അനാലിസിസ് കൺക്ലൂഡ് ചെയ്യുന്നു, എന്നിട്ട് ഫാദിലിൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഫാദിൽ അവിടെ സെക്ഷൻ നമ്പർ എഴുതിയിട്ടില്ല. സോ ക്വാളിറ്റി ഓഫ് ആൻസർ അതിനനുസരിച്ച് കുറയുവാണ്. സോ അങ്ങനെ മാൻഡേറ്ററി അല്ല ഫൗണ്ടേഷൻ ലെവൽ, പക്ഷേ സ്റ്റിൽ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ക്വാളിറ്റി ഓഫ് ആൻസർ ഡെഫിനറ്റ്ലി ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് യു ടു റൈറ്റ് ദ സെക്ഷൻ നമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലത് ഫാക്കൽറ്റീസ് ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ, ആ സെക്ഷൻ നമ്പേഴ്സ് ഓർക്കുക. കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്, അത് മാത്രമെങ്കിലും പഠിച്ചു വയ്ക്കുക. സോ യുവർ ഇൻ കേസ് അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ 4 സെക്ഷൻ നമ്പറെങ്കിലും ആൻസർ പേപ്പറിനകത്ത് എഴുതാൻ പറ്റും. Okay, so 3 questions. If you see Quasi contract very important ആയിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടുണ്ടോ? Quasi contract very important ആയിട്ട് മാർക്ക് ചെയ്തോ? Okay, now let us go for the remaining question. Question number 4, the Indian Contract Act നകത്തെ അടുത്ത question ആണ്. Next set of question. Mr. Shyam, aged 58 years, was employed in a government department. He was going to retire after 2 years. Mr. Dev made a proposal to Mr. Shyam to apply for voluntary retirement from his post so that Mr. Dev can be appointed in the place. നീ വോളണ്ടറി റിട്ടയർമെന്റ് വേണ്ടി അപ്ലൈ ചെയ്യാമോ? സോ ഈ പറയുന്ന നിന്റെ സ്ഥാനത്ത് എനിക്ക് ജോലി കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്. മിസ്റ്റർ ദേവ് ഓഫേർഡ് എ സം ഓഫ് 10 lakh as consideration. ഇതൊരു ലീഗൽ കൺസിഡറേഷൻ ആണോ? അല്ല. ഒരാളോട് പറയുവാണ് താൻ VRS എടുത്ത് പോകാമോ, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പോകാമോ, കാരണം താൻ പോകുവാണെങ്കിൽ താൻ ഇപ്പോൾ ഇറങ്ങി പോവുകയാണ്, താൻ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടും. താൻ വെറുതെ പോകണ്ട, അതിന് പകരം ഞാൻ തനിക്ക് എത്ര രൂപ തന്നേക്കാം, ഒരു 10 ലക്ഷം രൂപ തന്നേക്കാം. ആ കിട്ടുന്ന കൺസിഡറേഷൻ ഒരു ലീഗൽ കൺസിഡറേഷൻ അല്ല. to Mr. Shyam to induce him to retire. അവൻ എങ്ങനെയും കൺവിൻസ് ചെയ്ത് ഇറക്കുവാണ്. Mr. Shyam refused at first instance, but when he evaluated the amount offered as consideration as just double of his cumulative remuneration to be received during the tenure of 2 years of employment. ഇനി അയാൾ 2 വർഷം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് കൂട്ടി നോക്കിയാൽ പോലും 10 lakhs വരുന്നില്ല. So he agreed to receive the consideration and accept the above agreement to receive the money to retire from the office. So അയാൾ നോക്കുമ്പോൾ അയാൾക്ക് ഇത് തന്നെയല്ല ലാഭം, 10 ലക്ഷം രൂപ കൊടുത്തിട്ട് VRS എടുത്ത് പോകുന്നത് തന്നെയാണ് ലാഭം. Whether the above agreement is valid, explain with reference to the provisions of Indian Contract Act. നിങ്ങൾ സെക്ഷൻ 10 ഓർത്തിച്ചാൽ മതി. സെക്ഷൻ 10 എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ടിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നതിനകത്ത് കൺസിഡറേഷൻ കൊടുക്കാൻ നേരത്തെ ഒരു ലീഗാലിറ്റി വേണം, അതിൻ്റെ ഒബ്ജക്റ്റ് ലീഗൽ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടും സെക്ഷൻ 23നെയും ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഞാൻ പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്, പഴയ ക്വസ്റ്റനാണ്, ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, സോ സെക്ഷൻ 10 ഇവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 23 ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ്. നിങ്ങൾ കൊടുക്കുന്ന കൺസിഡറേഷൻ ലീഗൽ ആയിരിക്കണം, നിങ്ങളുടെ ഒബ്ജക്റ്റും ലീഗൽ ആയിരിക്കണം, ഇല്ലീഗൽ ആവാൻ പാടില്ല. Therefore, സെക്ഷൻ 23 ഓഫ് ദിസ് Asset Act also states that every agreement for which object or consideration is unlawful is void. So സെക്ഷൻ 23 എടുത്ത് പറയുവാണ്, നിങ്ങളുടെ മറ്റേ ഏതെങ്കിലും എഗ്രിമെന്റിൽ മറ്റേ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ കൺസിഡറേഷനോ അൺലോഫുൾ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് void ആയി മാറും, എഗ്രിമെന്റ് void ആയിട്ട് മാറും. സോ സെക്ഷൻ 10 പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. സെക്ഷൻ 23 പറയുന്നത് എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങളുടെ ഒബ്ജക്റ്റോ നിങ്ങളുടെ കൺസിഡറേഷനോ അൺലോഫുൾ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്രിമെന്റ് എന്തായി മാറി, void ആയി മാറി. അത് 23 ആണ് പറയുന്നത്. The given problem talks about entering into an agreement for sale of public office which is opposed to the public policy. നമ്മൾ opposed to public policy എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പഠിക്കുന്നുണ്ട്. Public policy requires that there should be no money consideration for the appointment to an office to which public is interest. പബ്ലിക്കിന് താല്പര്യമുള്ള ഒരു ഓഫീസിൽ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ടല്ല നമ്മൾ കയറേണ്ടത്. അത് യു ആർ doing something which is opposed to the public policy. So such consideration paid being opposed to the public policy is unlawful. So 10 പറയുവാണ് lawful consideration ആയിരിക്കണം,
ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. 23 പറയാണ് ലോഫുൾ ഒബ്ജക്റ്റോ ലോഫുൾ കൺസിഡറേഷനോ അല്ല. അൺലോഫുൾ ആണെങ്കിൽ സച്ച് എൻ അഗ്രിമെന്റ് വോയിഡ് ആയി മാറും. സോ പബ്ലിക് ഓഫീസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മണി കൺസിഡറേഷൻ കൊടുത്തിട്ട് മേടിക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ മേടിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസി എന്നാണ് അർത്ഥം. സോ ഈ പറയുന്ന കേസിൽ മിസ്റ്റർ ശ്യാം കഥ മൊത്തം പറയുവാണ്. 10 ലക്ഷം കൺസിഡറേഷൻ കൊടുത്തിട്ട് ദാം VRS എടുത്തിട്ട് ഇറങ്ങി പോകാമോ, സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അത് ലോഫുൾ കൺസിഡറേഷൻ ആണോ? അല്ല. ഒരു ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടി ചെയ്യുന്നതാണോ? അല്ല. അത് ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആണോ? അതെ. കാരണം പബ്ലിക് ഓഫീസിൽ പൊസിഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ആണ്. സോ here Mr. Shyam's promise to sale for Dev on employment in the public service, the consideration to Dev's promise 10 lakh. ഈ പറയുന്ന പ്രൊവിഷൻ ഈ എഗ്രിമെന്റ് വാലിഡ് ആവുന്നില്ല, അത് വോയിഡ് ആണ്. കാരണം കൺസിഡറേഷൻ ഇസ് ഓപ്പോസ് ടു ദ പബ്ലിക് പോളിസി ആൻഡ് ഇറ്റ് ഇസ് അൺലോഫുൾ. സോ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ നേരത്തെ ഇത് മൊത്തം അനാലിസിസും ഇത് വരുന്നത് കൺക്ലൂഷനുമാണ്. ഇതിനൊരു ഹെഡിങ് കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സോ ദിസ് ഇസ് അബൌട്ട് ദ പ്രൊവിഷൻ. സെക്ഷൻ 10 പറ്റി സ്പെസിഫൈ ചെയ്യുക, 23 പറ്റി സ്പെസിഫൈ ചെയ്യുക, അതുപോലെ ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം യു വിൽ റൈറ്റ് അനാലിസിസ്, ദെൻ യു വിൽ റൈറ്റ് ദ കൺക്ലൂഷൻ. ക്ലിയർ അല്ലേ? ഉണ്ടല്ലോ റോഷൻ? യെസ്, ദർ ഇസ് സെക്ഷൻ നമ്പർ. സോ ഇതൊരു ഓർഡർ പോലെ പോയിരിക്കുന്നത്. ഓരോ കേസിനും സെക്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന് സെക്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, മണി പെയ്ഡ് ബൈ മിസ്റ്റേക്കിന് കൊടുത്തിട്ടുണ്ട്, നെസസിറ്റി സപ്ലൈഡിന് കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യത്തിനും സെക്ഷൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ ക്ലിയർ ആണോ? ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ പണ്ടത്തെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? Now, let us continue. Okay. What will be the rights? ഓക്കെ, ഇതും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. നമുക്കറിയാലോ വലിയൊരു ആക്ട് ആണ്, കുറേ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടാവും. സോ നമ്മൾ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ കണ്ടു, കോസി കോൺട്രാക്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ കണ്ടു. വി ഓൾസോ സോ ലോഫുൾ കൺസിഡറേഷൻ ആണോ ലോഫുൾ ഒബ്ജക്റ്റ് ആണോ എന്ന് ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ കണ്ടു. ഓക്കെ, നിങ്ങൾക്ക് ടൈപ്സ് ഒക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം. സോ ആ പറയുന്ന ഏരിയ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. നോ, നെക്സ്റ്റ് വൺ അഗൈൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ. What will be the rights with the promisor in the following cases? എടാ റൈറ്റ്സ് ഓഫ് promisor മാത്രം അപ്പോൾ സ്പെസിഫൈ ചെയ്താൽ മതി, വേറെ ഒന്നും എഴുതണ്ട. What will be the rights with the promisor in the following cases under the Indian Contract Act? Explain with reasons. So റീസണും കൂടെ നിങ്ങൾ പറയണം. സുനിൽ promised to bring back Jatan to life again. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മരിച്ചുപോയ ഒരാളെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരിക നടക്കുന്ന ഒരു കാര്യമേ അല്ല. ദാറ്റ് പെർട്ടിക്കുലർ കോൺട്രാക്ട് ഇസ് വോയിഡ്. അങ്ങനത്തെ കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണ്. ബിക്കോസ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമുക്ക് തുടക്കത്തിലേ അറിയാലോ നടക്കാത്തൊരു കാര്യമാണ്. മരിച്ചുപോയ ഒരാളെ ജീവനിലേക്ക് ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇസ് ദാറ്റ് പോസിബിൾ? നോ. സോ അത് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി തന്നെയാണ്. സച്ച് എ കോൺട്രാക്ട് വോയിഡ് ആണ്. സോ റൈറ്റ്സ് വിത്ത് ദ പ്രോമിസർ ഇല്ല. ഓക്കെ, സോ യു വിൽ റൈറ്റ് ദ കോൺട്രാക്ട് ഇസ് വോയിഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അഗൈൻ ഇതൊക്കെ ഒരു 1 മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷൻ കൊടുക്കുക, അനാലിസിസ് കൺക്ലൂഷൻ ഒരുമിച്ച് എഴുതിയാൽ മതി. Second one, Aman agreed to sell 50 kgs of apples to Raman. The loaded truck left for delivery on 15th March, but due to the riots in between, reached Raman on 19th March, due to which the apples were rotten. Apples rotten ആയി. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് അവിടെ, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ നടന്നിട്ടുണ്ട്. കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ക്ലിയർ ആണോ? ഇതാണ് എസെൻസ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. ദർ ഇസ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബിക്കോസ് എന്താണ് അവിടെ സബ്ജക്ട് മാറ്ററേ ഇല്ല. സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഒരു റീസൺ ഉണ്ട്. ആ പറയുന്ന പരിപാടി അവിടെ ഇല്ല. അവിടെ എന്താണ് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട? എന്താണ്? 50 kgs ഓഫ് ആപ്പിൾ കൊടുക്കണം. ആ 50 kgs ഓഫ് ആപ്പിൾ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ എന്തായി? റൂട്ടണായി, അഴുക്കായിപ്പോയി. അപ്പോൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോകും. കാരണം കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റൂല? പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. റൈറ്റ്സ് വിത്ത് പ്രോമിസർ മനസ്സിലായോ? രണ്ടെണ്ണം.
യെസ്, ഡെഫിനറ്റ്ലി പാരഗ്രാഫ്. എവറിത്തിങ് ഷുഡ് ബി റിട്ടൺ ഇൻ പാരഗ്രാഫ് ആൻഡ് നോ പോയിന്റ് വൈസ് പ്രസന്റേഷൻ. നിങ്ങൾക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും സോഗയും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കമ്പനീസ് ആക്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ നമ്മുടെ LLP ആക്ട് ഒക്കെ നിങ്ങൾ ചെയ്യാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പ്രശ്നമില്ല. സോ ഈ 3 ആക്ടുകൾ, പ്രിഫറബിളി പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP ആൻഡ് കമ്പനീസ് ആക്ട്, പാരഗ്രാഫ് ഫുള്ളി ആൻഡ് നോട്ട് പോയിന്റ് വൈസ്. ഓക്കെ അല്ലേ? We'll continue. No, an artist promised to paint on the fixed date. എടാ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പല തവണ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സി ഒന്ന് മാർക്ക് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. An artist promised to paint on the fixed date for a fixed amount of remuneration but met with an accident and lost his both hands. എടാ ഇവിടെ പേഴ്സണൽ നേച്ചറിൽ പെർഫോം ചെയ്യേണ്ട ഒരു കോൺട്രാക്ട്, അതായത് പേഴ്സണൽ ഓക്കെ, ഇവിടെ പേഴ്സണൽ ആർട്ടിസ്റ്റിക് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റിക് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ നേരത്ത് അവിടെ പേഴ്സണൽ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇറ്റ് കനോട്ട് ബി പെർഫോംഡ് ബൈ എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഇറ്റ് കനോട്ട് ബി പെർഫോം ബൈ എൻ ഏജന്റ്. അതൊരു ഏജന്റിനോ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ ഒരു ലീഗൽ ഹയറിനോ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സംഭവമല്ല. ഒരു ആർട്ടിസ്റ്റിക് പെർഫോമൻസ്, ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അയാൾ തന്നെ പേഴ്സണൽ നേച്ചറിൽ വരുന്ന സംഭവങ്ങൾ, അയാൾ തന്നെ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ആ കോൺട്രാക്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സച്ച് കോൺട്രാക്ട് ഇസ് ഓഫ് പേഴ്സണൽ നേച്ചർ, ഹെൻസ് ഇറ്റ് കനോട്ട് ബി പെർഫോം എന്നാണ് നിങ്ങൾ കൺക്ലൂഷൻ കൊടുക്കേണ്ടത്. ഇതേ സംഭവം പേഴ്സണൽ നേച്ചർ ഇൻവോൾവ് അല്ലാന്ന് വെച്ചാൽ ഇപ്പൊ ആർട്ടിസ്റ്റ് പ്രോമിസ് ടു പെയിന്റ് ഓൺ ഫിക്സഡ് ഡേറ്റിന് വരെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഒരു സിംഗർ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയിലും 2 ദിവസം വന്നിട്ട് അവിടെ മറ്റേ പാട്ട് പാടിക്കോളാം, പക്ഷെ സിംഗറിന് വരാൻ പറ്റിയില്ല. സോ മറ്റേ പകുതി അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ, അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ബാക്കി മറ്റേ അയാളുടെ മകന് നന്നായിട്ട് പാടും, സോ മകൻ വന്ന് ബാക്കി പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കും. എടാ പേഴ്സണൽ നേച്ചർ ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് അച്ഛൻ പാടുന്നിടത്ത് അച്ഛൻ തന്നെ പാടണം, ഈ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നിടത്ത് ഇയാൾ തന്നെ അത് പെർഫോം ചെയ്യണം. ഈ ആർട്ടിസ്റ്റിന്റെ മകൻ നന്നായിട്ട് വരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വൈഫ് നന്നായിട്ട് വരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആർട്ടിസ്റ്റ് ഇൻവോൾവ് ആവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ നേച്ചർ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളിൽ അയാൾ തന്നെ അത് പെർഫോം ചെയ്യണം. അയാൾക്കത് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. അത് വേറെ ആരും പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഒന്നും പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? പേഴ്സണൽ സ്കിൽ, പേഴ്സണൽ നേച്ചർ എന്ന് എഴുതുന്ന കുറച്ചും കൂടെ കറക്റ്റ്. പേഴ്സണൽ സ്കിൽ പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്, പക്ഷെ പേഴ്സണൽ നേച്ചർ കുറച്ചും കൂടെ കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? Okay, next one. This is the question. Point number C. Now, Abhishek entered into a contract of import of toys from China. But due to the disturbance in the relation of both the countries, the import from China were banned. എടാ നമ്മൾ പറയത്തില്ലേ സബ്സിക്വന്റ് ഇല്ലീഗാലിറ്റി, മറ്റേ പിന്നീട് അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം 2 കൺട്രീസ് തമ്മിൽ വോർ സംഭവിക്കുന്നു. സോ നമ്മൾ ഏലിയൻ കൺട്രി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എനിമി കൺട്രി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ ഏർപ്പെടാൻ പറ്റുമില്ല. സബ്സിക്വന്റ് ഇല്ലീഗാലിറ്റിയാണ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വോർ ഡിക്ലെയർഡ് ആവുന്നത്. അപ്പോൾ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ആദ്യത്തെ കേസ് കോൺട്രാക്ട് വോയിഡ് ആണ്, ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി. രണ്ടാമത്തേനകത്ത് ഓൾറെഡി റൂട്ടൺ ആയിരുന്നു, അപ്പം സബ്ജക്ട് മാറ്റർ ഇല്ല. മൂന്നാമത്തേനകത്ത് പേഴ്സണൽ നേച്ചറാണ്, അതുകൊണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല, ഇമ്പോസിബിലിറ്റി. സച്ച് കോൺട്രാക്ട് ഇസ് ഡിസ്ചാർജ് വിത്തൗട്ട് സബ്സിക്വന്റ് ഇല്ലീഗാലിറ്റി, പിന്നീട് വന്നൊരു ഇല്ലീഗാലിറ്റിയാണ്, അപ്പോൾ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. ദീസ് ആർ ദ 4 വാട്ട് വിൽ ബി ദ റൈറ്റ്സ് വിത്ത് ദ പ്രോമിസർ. പ്രോമിസർ എന്ത് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? റീസണും നമ്മളവിടെ വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, now we are going for the 6th question. The Indian Contract Act again വലിയ ആക്ടാണ്, അപ്പോൾ നമുക്കറിയാം അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ദിസ് ക്വസ്റ്റ്യൻ അഗൈൻ ഇതൊരു കാൽക്കുലേഷൻ ആണോ? അല്ല. എടാ ഇതിനെ ബേസ് ചെയ്യുന്ന നിങ്ങൾ സൈഡിൽ എഴുതിക്കോണം. RTP ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ഒരു സംഭവം കിടപ്പുണ്ട്. നിങ്ങളൊന്ന് എഴുതിയിട്ടോണേ. കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു ബ്രീച്ചിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നിങ്ങളുടെ
സ്റ്റഡി മെറ്റീരിയലിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. എൻ്റെ ഓർമ്മയിൽ ഇറ്റ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേറൊന്നുമല്ല, നിങ്ങളോട് ഡാമേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. ഡാമേജിൻ്റെ കാൽക്കുലേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇത് പ്രീവിയസ് RTPയിൽ അത് കിടപ്പുണ്ടായിരുന്നു. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദാറ്റ് ക്വസ്റ്റൻ. ഞാനിപ്പോൾ ബ്രീച്ച് ക്വസ്റ്റൻ കണ്ടതുകൊണ്ട് പറയുകയാണ്, ഇതൊന്ന് നോട്ട് ചെയ്തോണം. ഒരു കാൽക്കുലേഷൻ ഉണ്ട്, നിങ്ങൾ ഡാമേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കോണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. എനിക്കൊന്ന് സ്റ്റഡി മെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റനോ സെക്കൻഡ് ക്വസ്റ്റനോ ആണ്, അത് കിടപ്പുണ്ട്, ബാക്ക് സൈഡിൽ കിടപ്പുണ്ട്. ഓക്കെ, നൗ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റൻ. Seema was running a boutique in the New Delhi. She has to deliver some clothes to her friend Kiran, who was putting up an exhibition in the Mumbai. So Seema ഒരു ബൊട്ടിക്ക് റൺ ചെയ്യുന്ന ആളാണ്. കുറച്ച് ഗുഡ്സ്, സം ക്ലോത്ത്സ് ഡെലിവറി ചെയ്യണമായിരുന്നു ഫ്രണ്ട് കിരണ്. കാരണം കിരൺ ഒരു എക്സിബിഷൻ അത് കൊടുക്കേണ്ടതാണ്, എക്സിബിഷനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. Seema delivered the sewing machine and some clothes to a railway company to be delivered at a place where the exhibition was to be held. So ഒരു റെയിൽവേ കമ്പനിക്ക് അത് കൈമാറുന്നു. Seema expected to earn an exceptional profit from the sales made at the exhibition. So Seema വിചാരിച്ച അതിൽ നിന്ന് നമുക്കൊരു ഈ തുണി കിട്ടിയിട്ട് വേണം ഒരു എക്സെപ്ഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹൗവെവർ ഷി ഡിഡ് നോട്ട് ബ്രിങ് ദിസ് ഫാക്ട് ടു ദ നോട്ടീസ് ഓഫ് ദ റെയിൽവേസ് അതോറിറ്റി. അതായത് ഒരിക്കലും റെയിൽവേ അതോറിറ്റിയോട് എനിക്കിത് കാരണം ഒരു എക്സെപ്ഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യമൊന്നും കൺവേ ചെയ്തിട്ടില്ല. The goods were delivered to the place after the conclusion of the exhibition. So cloth കിട്ടിയത് എക്സിബിഷന് ശേഷമാണ്. On the account of such breach of contract by railway authority, can Seema recover the loss of profit under the Indian Contract Act? അവിടെ പറയും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓർഡിനറി ഡാമേജ്, സ്പെഷ്യൽ ഡാമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർഡ്ലി വേഴ്സസ് ബാക്സെൻഡൈൽ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. നിങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ കേസിലോ ഇവിടെ കോട്ട് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. ആ കേസ് ലോയിൽ നിന്നാണ് വരുന്നത്. സോ ഒരു കേസ് ലോ എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പ്രൊവിഷൻ, കേസ് ലോ, അനാലിസിസ്, കൺക്ലൂഷൻ. സോ ഹാഡ്ലി വേഴ്സസ് ബാക്സെൻഡൈൽ എന്ന് പറയുന്ന കേസ് ലോയിൽ നിന്ന് എന്ത് കൺക്ലൂഷനാണ് വന്നത്? സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിനെ പറ്റി നിങ്ങൾ എടുത്ത് പറയുവാണെങ്കിൽ മാത്രമേ സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓർഡിനറി ഡാമേജ് ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സ്പെഷ്യൽ ഡാമേജ്, നിങ്ങൾക്ക് ഇത് കാരണം ഒരു പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു, ആ സംഭവം റെയിൽവേ അതോറിറ്റി അറിയിച്ചിട്ടില്ലല്ലോ. അതായത് എനിക്ക് ഈ ക്ലോത്ത് ഓൺ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ, എനിക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കാരണം ഒരു വലിയ നഷ്ടം സംഭവിക്കും, എൻ്റെ എക്സെപ്ഷണൽ പ്രോഫിറ്റ് എനിക്ക് നഷ്ടപ്പെടും. ദിസ് ഇസ് നോട്ട് ഇൻഫോം ടു ദ റെയിൽവേ അതോറിറ്റി. സോ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി ഈ പറയുന്ന റെയിൽവേ അതോറിറ്റിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡാമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓർഡിനറി ഡാമേജ് മാത്രം കൊടുത്താൽ മതി. ഇറ്റ് എനൻസിയേറ്റഡ് ദ കേസിലോ ഹാഡ്ലി വേഴ്സസ് ബാക്സെൻഡൈൽ. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിടപ്പുണ്ട്, എഴുതണം. As per section 73 to 75 of Indian Contract Act, damage means a sum of money claimed for or awarded in compensation for loss and injury. So ഒരു ലോസോ ഇഞ്ചുറിയോ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു മണി ക്ലെയിം അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന സംഭവത്തിനാണ് നമ്മൾ ഡാമേജ് എന്ന് പറയാം. ഓക്കെ, വെനെവർ എ പാർട്ടി കമ്മിറ്റ്സ് എ ബ്രീച്ച്, ഒരു ബ്രീച്ച് സംഭവിക്കുമ്പോൾ ദ എഗ്രീവ്ഡ് പാർട്ടി, ആർക്കാണോ നഷ്ടം സംഭവിച്ചത്, കെൻ ക്ലെയിം ദ കോമ്പൻസേഷൻ ഫോർ ദ ലോസ് സഫേർഡ് ബൈ ഹിം. ജനറൽ ഡാമേജസ് അല്ലെങ്കിൽ ഓർഡിനറി ഡാമേജസ് ആർ ദോസ് വിച്ച് അറൈസ് നാച്ചുറലി ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം ദ ബ്രീച്ച് ഇറ്റ് സെൽഫ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാഡ്ലി വേഴ്സസ് ബാക്സെൻഡൈൽ. ഇതിങ്ങനെ കൊടുക്കരുത്, ഒരു സെപ്പറേറ്റ് പാരഗ്രാഫ് ആക്കി കൊടുക്കുക. പ്രൊവിഷൻ, കേസ് ലോ, analysis, conclusion. Therefore, where a breach is committed by a party, the defendant shall be held liable for all such losses that naturally arise in the usual course of business. ആരാണോ തെറ്റിയത് അയാളാണ് ഡിഫൻഡന്റ് എന്ന് പറയുക. Such damages are called ordinary damage. So സാധാരണഗതിയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നു, ആ നഷ്ടം താൻ എന്തായാലും നികത്തണം. Such type of damage is called ordinary damage. However, special damages are those which arise in the unusual circumstances affecting the aggrieved party, and such damages are recoverable only when the special circumstances were brought to the knowledge of the defendant. So അത് ഓൾറെഡി മറ്റാളോട് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സി ഇത് കാരണം എനിക്ക് ഈ ക്ലോത്ത് ഓൺ ടൈം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു എക്സെപ്ഷണൽ പ്രോഫിറ്റ് നഷ്ടം സംഭവിച്ചേക്കാം. അത് അറിയിക്കണം. അറിയിക്കാത്തടത്തോളം കാലം ആ പറയുന്ന ഡാമേജ് അയാൾ ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് നോ സ്പെഷ്യൽ നോട്ടീസ് ഇസ് ഗിവൺ, ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഓൺലി ദ ഓർഡിനറി ഡാമേജ്. ഇൻ ദ ഗിവൺ കേസ് ആ പറയുന്ന സംഭവം റെയിൽവേ അതോറിറ്റി അറിയിച്ചിട്ടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കണ്ടോ, Seema expected to earn exceptional profit from the sales made. However, she did not bring this fact to the notice of the railway authority. So special circumstanceനെ പറ്റിയിട്ട് ഒരു നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റൂല, സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റൂല. However, you can claim a ordinary damage. ക്ലിയർ ആയോ? ലോസ് ഓഫ് പ്രോഫിറ്റ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റൂല. അത് കാരണം സംഭവിച്ച ഓർഡിനറി ഡാമേജ് എന്താണെന്ന് വെച്ചാൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇതേ സംഭവം അവർ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് നിങ്ങളോട് ചോദിക്കും, വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ്? ഈ പറയുന്ന സംഭവം റെയിൽവേ അതോറിറ്റിയുടെ അടുത്ത് ഇൻഫോംഡ് ആയിരുന്നുവെങ്കിൽ വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ്? യെസ്, ദ ആൻസർ വിൽ ബി ഡിഫറെൻറ്റ്. കാരണം റെയിൽവേ അതോറിറ്റിക്ക് ആ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി അറിയാമായിരുന്നുവെങ്കിൽ, അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓർഡിനറി ഡാമേജും കൊടുക്കണം, സ്പെഷ്യൽ ഡാമേജും കൊടുക്കണം. നോട്ടീസ് കൊടുത്തിട്ട് കോൺട്രാക്ട് ബ്രീച്ച് അതാ പറയണേ, സ്പെഷ്യൽ ഡാമേജ് കൊടുക്കണം.
സ്പെഷ്യൽ ഡാമേജ്. സോ സ്പെഷ്യൽ ഇങ്ങനെ താൻ എനിക്ക് ഓൺ ടൈം ഈ സാധനം മറ്റേ ഡെലിവറി നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ വലിയൊരു നഷ്ടം സംഭവിക്കും. അതൊരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ആണ്. അത് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുക. സോ അങ്ങനെ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുമ്പോൾ യു ക്യാൻ ക്ലെയിം ഓർഡിനറി ഡാമേജ് പ്ലസ് സ്പെഷ്യൽ ഡാമേജ്. അല്ലാത്ത സിറ്റുവേഷനിൽ യു ക്യാൻ ഓൺലി ക്ലെയിം ദ ഓർഡിനറി ഡാമേജ്. ഈ കേസിൽ ആ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ യു ക്യാൻ ഓൺലി ക്ലെയിം ഓർഡിനറി ഡാമേജ്. ഇതേ സംഭവം നിങ്ങളോട് സെക്കൻഡ് ലൈനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ്? സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി റെയിൽവേ അതോറിറ്റിക്ക് അറിയാമായിരുന്നു എങ്കിൽ വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ്? യെസ്. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി അറിയാമായിരുന്നെങ്കിൽ സ്പെഷ്യൽ ഡാമേജും കൂടെ കൊടുക്കേണ്ട വന്നേനെ എന്ന് പറഞ്ഞാൽ ആ ലോസ് ഓഫ് പ്രോഫിറ്റും കൂടെ കൊടുക്കേണ്ട വന്നേനെ. ക്ലിയർ അല്ലേ ഓൾ ഓഫ് യു? ഓക്കെ ആണോ? സെറ്റ്? പറയൂ, ഓക്കെ ആണോ? Now the seventh question. Explain any 5 circumstances under which contract need not be performed with the consent of both the parties. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. നൊവേഷൻ, റിസിഷൻ, ഓൾട്രേഷൻ, റെമിഷൻ, റിസൈൻസ് വോയിഡബിൾ കോൺട്രാക്ട്, നെഗ്ലക്റ്റ് ഓഫ് പ്രോമിസ്. സ്ഥിരം പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത് കുറേ നാളെ ഇങ്ങനത്തെ പൊതുവേ ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നൗ ഇഫ് ദേ ആസ്ക് സച്ച് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബാക്കിയാണ്. സോ ഏതൊക്കെ കേസിൽ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോം, രണ്ട് പാർട്ടീസിന്റെ കൺസെന്റോട് കൂടി കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ഏതൊക്കെയാണ്? നൊവേഷൻ, where the parties to a contract substitute a new contract for the old one. എടാ പഴയ കോൺട്രാക്ട് വേണ്ട, നമുക്ക് പുതിയ കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടാം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിന്റെ കൺസെന്റോട് കൂടി പഴയ കോൺട്രാക്ട് വേണ്ടാന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാനും ഫാദറും ഒരു കോൺട്രാക്ട് പണ്ടുണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനകത്ത് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മാറി ഞങ്ങൾ പുതിയൊരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. സോ പഴയ കോൺട്രാക്ട് അവിടെ ഇല്ലാതായി. ആ കേസിൽ ഞങ്ങൾ രണ്ടുപേരും കൺസെന്റോട് കൂടിയാണ് പഴയ കോൺട്രാക്ട് ഇല്ലാതായത്. ഇനി പഴയ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഏത് കോൺട്രാക്ട് മാത്രം പെർഫോം ചെയ്താൽ മതി? പുതിയ കോൺട്രാക്ട് മാത്രം പെർഫോം ചെയ്താൽ മതി. സച്ച് ടൈപ്പ് ഓഫ് ആൻ ആക്ട് ഇസ് called novation. കണ്ടോ, novation. Now, novation can take place only by a mutual agreement between the parties. Novation കൂടി ഓൾഡ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പുതിയ കോൺട്രാക്ട് മാത്രം പെർഫോം ചെയ്താൽ മതി, പഴയ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യം ഇല്ല. റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുവാണ്. A contract is also discharged by rescission when the parties to a contract agree to resign it. The contract need not be performed. നമ്മൾ രണ്ടുപേരും ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടെന്ന് പറയാം. ഞാനും പറയാണ്, ഫാദിലും പറയാണ് നമുക്ക് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട. സോ ദാറ്റ് കോൺട്രാക്ട് ഗെറ്റ്സ് ക്യാൻസൽ. സച്ച് എ കോൺട്രാക്ട് ഇസ് കോൾഡ് റിസഷൻ ഓഫ് എ കോൺട്രാക്ട്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചില കോൺട്രാക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ടുപേരുടെ അറിവോട് കൂടി വി ആർ ഓൾട്ടറിംഗ്. ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഓൾട്രേഷൻ. വിത്ത് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് അഗ്രി ടു ഓൾട്ടർ ഇറ്റ്, ദ ഒറിജിനൽ കോൺട്രാക്ട് ഇസ് റിസൈൻഡ് വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഇറ്റ് നീഡ് നോട്ട് ബി പെർഫോം. ഇൻ അതർ വേർഡ്, എ കോൺട്രാക്ട് ഇസ് ഓൾസോ ഡിസ്ചാർജ് ബൈ ഓൾട്രേഷൻ. സോ ഇവിടെ ഓൾട്രേഷനും നമ്മുടെ നൊവേഷനും തമ്മിലുള്ള വ്യത്യാസം, നൊവേഷനകത്ത് പുതിയൊരു കോൺട്രാക്ട് മറ്റേ ഫോമായി വരുന്നുണ്ട്. സോ ഓൾഡ് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ കോൺട്രാക്ട് മാത്രം പെർഫോം ചെയ്താൽ മതി. ഓൾട്രേഷനകത്ത് ഒറിജിനൽ കോൺട്രാക്ട് റിസൈൻഡ് ആയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ പുതിയ കോൺട്രാക്ട് ഫോംഡ് ആയി വരുന്നില്ല. സോ ഓൾട്രേഷനും കൊണ്ട് പുതിയൊരു കോൺട്രാക്ട് ഫോംഡ് ആയി വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് നൊവേഷൻ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എപ്പോഴും. നൗ റെമിഷൻ. Every promisee may dispense with or remit wholly or in part the performance of the promise made to him, or may extend the time for such performance, or may accept instead of it any satisfaction which he thinks fit. In other words, a contract is discharged by remission. എടോ എനിക്ക് ഇത്രയും തന്നാൽ മതി, 10 ലക്ഷം രൂപ കൊടുക്കാനായിട്ടുണ്ട്, എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ മതി, ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ പെർഫോം ചെയ്യേണ്ട കോൺട്രാക്ട് 6 മാസത്തിനുള്ളിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നു. സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇസ് കോൾഡ് റെമിഷൻ. അപ്പോൾ പഴയ കോൺട്രാക്ട് ഇല്ലല്ലോ, അപ്പോൾ പുതിയതായിട്ട് ഞാൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമല്ലേ. റിസൈൻസ് വോയിഡബിൾ കോൺട്രാക്ട്. വെൻ എ പേഴ്സൺ അറ്റ് ഹൂസ് ഓപ്ഷൻ എ കോൺട്രാക്ട് ഇസ് വോയിഡബിൾ റിസൈൻസ് ഇറ്റ്, ദ അതർ പാർട്ടി thereto need not perform any promise therein contain in which he is a promisor. വോയിഡബിൾ കോൺട്രാക്ട് ലിസ്റ്റിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മറ്റേ കൊയേഷൻ, ഈ കേസൊക്കെ വോയിഡബിൾ കോൺട്രാക്ട് ആണ്. സോ മറ്റേ വോയിഡബിൾ കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താ? ഒന്നെങ്കിൽ അതിനെ വാലിഡ് ആക്കാം, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാം. സോ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാം? റിസൈൻസ് വോയിഡബിൾ കോൺട്രാക്ട്. Neglect of promisee. If any promisee neglects or refuses to afford the promisor reasonable facility for the performance of his promise. Promisor ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോമിസി അതിനുള്ള സർക്കംസ്റ്റൻസ് ഒരുക്കി കൊടുക്കണം. ഇപ്പം പറയുവാണ്, ഇപ്പം ഞാനൊരു കോൺട്രാക്ടിനോട് പറയാം, അതെ ഈ സിമെന്റ് ഇഷ്ടികയൊക്കെ ഞാൻ മേടിച്ചു തരാം, സാർ ഇവിടെ വന്നിട്ട് ഇത് പണിഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് ഞാൻ പറയുന്നു. അയാൾ ഓൺ ടൈം അവിടെ വരുന്നു, മറ്റേ ഞാൻ അതിനുള്ള സിമെന്റ് എല്ലാം റെഡിയാക്കി വെച്ചു, ഞാൻ ഇഷ്ടികയൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഈ സിമെന്റ് വെച്ച് മാത്രം സാധനം പണിയാൻ പറ്റില്ല. സോ ഐ ഹാഡ് ടു പെർഫോം സർട്ടൻ തിങ്സ്. അപ്പം എൻ്റെ പാർട്ട് ഞാൻ ചെയ്തിട്ടില്ല. പ്രോമിസർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു,
ചെയ്യുന്നു. പ്രോമിസി പെർഫോം ചെയ്യേണ്ട പാർട്ട് പ്രോമിസി പെർഫോം ചെയ്യുന്നില്ല. ആ സമയത്തും കോൺട്രാക്ട് ഡിസ്ചാർജ് ആയിപ്പോയി. ഇതാ ഏതൊക്കെ കേസിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. നൊവേഷൻ, റിസിഷൻ, ഓൾട്രേഷൻ, റെമിഷൻ, റിസൈൻസ് വോയിഡബിൾ കോൺട്രാക്ട്, നെഗ്ലക്റ്റ് ഓഫ് ദ പ്രോമിസി. പ്രോമിസി ചെയ്യേണ്ട ഭാഗം പ്രോമിസി ചെയ്യുന്നില്ല, പക്ഷെ പ്രോമിസർ ചെയ്യേണ്ട ഭാഗം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ആ കേസിലും കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾ താഴെ ഒരു സാധനം കൂടെ എഴുതി വെച്ചു. ഇതിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾട്രേഷൻ ആൻഡ് നൊവേഷൻ? ഒന്ന് എഴുതി വെച്ചോളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അവർക്കൊരു ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ആർട്ടിപ്പിൽ ഇട്ടു. ചിലപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ വേറെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് അവർക്ക് ചോദിക്കണമെങ്കിൽ ദേ ക്യാൻ ആസ്ക് യു വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾട്രേഷൻ ആൻഡ് നൊവേഷൻ. കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, now let us continue. Okay, now let us continue. Now, so ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ടാണ്. സൂരജ് guarantees Vikas for the transaction to be done between Vikas and Nikhil during the month of March 2023. സോ സൂരജ് ഒരു ഗ്യാരണ്ടി കൊടുക്കുക. നിങ്ങളുടെ പുതിയ കോൺട്രാക്ട് ഇല്ലേ, സ്പെഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. പ്ലീസ് give more priority to special contracts. നല്ലപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ സൂരജ് ഗ്യാരണ്ടി കൊടുക്കുന്നു വികാസിന് ഫോർ ട്രാൻസാക്ഷൻ ടു ബി ഡൺ ബിറ്റ്വീൻ വികാസ് ആൻഡ് നിഖിൽ. സോ വികാസും നിഖിലും നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും മുകളിൽ ഞാൻ ജാമ്യം നിൽക്കുക എന്ന് പറയാണ്. ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച് 2023 വികാസ് സപ്ലൈഡ് ഗുഡ്സ് ഓഫ് 30,000 on 1/3/2023 and 20,000 on 3/3/2023 to Nikhil. On 5/3/2023 Suraj died in a road accident. So Suraj ആണ് അവിടെ ഗ്യാരണ്ടി നിന്ന ആള്. On 10/3/2023, being ignorant of the death of the Suraj മരിച്ച കാര്യം അറിയില്ല, Vikas further supplied goods of 40,000. On default in payment by Nikhil on the due date, Vikas sued the legal heirs of Suraj for the recovery of 90,000 rupees. Describe whether the legal heirs of Suraj are liable to pay 90,000 under the provisions of Indian Contract Act. What would be your answer if the estate of Suraj is worth 45,000 rupees only? So ഈ ഷുവറിറ്റിയുടെ കുറച്ച് കേസുകളുണ്ട്. ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി, അത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ഇവിടെ ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ മൊത്തം ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തതാണ്. ഡിസ്ചാർജ് ഓഫ് ഷ്യൂരിറ്റി. അതിനകത്ത് ഒരു സർക്കംസ്റ്റൻസ് മാത്രമേ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ. അതിനകത്ത് എല്ലാ സർക്കംസ്റ്റൻസും പഠിക്കണം. ഇത് നിങ്ങളുടെ നോട്ടിനകത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാവോ. ഡിസ്ചാർജ് ഓഫ് ഷ്യൂരിറ്റി സ്ഥിരമായിട്ട് പണ്ട് ഇന്റർമീഡിയറ്റ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റനാണ്. ഇന്റർനെറ്റ് ടോപ്പിക് അല്ലേ ഇത്? ഓക്കെ, നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 131 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇൻ ദി ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട്, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുക, സബ്ജക്ട് ടു എ കോൺട്രാക്ട്, a continuing guarantee is revoked by the death of the surety as to the future transaction. The estate of the deceased surety, however, is liable for those transactions which are already taken place during the lifetime of the deceased. Surety's estate will not be liable for the transaction taken place after the death of the surety, even if the creditor had no knowledge of the surety's death. ഗ്യാരണ്ടി നിന്ന ആളിനെയാണ് നമ്മൾ ഷുവറിറ്റി എന്ന് പറയുക. സൂരജാണ് ഷുവറിറ്റി ആയിട്ട് നിന്നത്. അപ്പോൾ സൂരജ് മരിക്കുന്നിടം വരെ കുറേ മറ്റേ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടാവുമല്ലോ, കുറേ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ സൂരജ് ലയബിൾ ആയിരിക്കും. അയാളുടെ എസ്റ്റേറ്റിനെ നമുക്ക് ലയബിൾ ആക്കാം. അയാൾ മരിച്ചതിന് ശേഷം അത് ക്രെഡിറ്ററിന് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും വാട്ട് എവർ ട്രാൻസാക്ഷൻ ഇസ് എൻറ്റേർഡ് ഇൻ ടു ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഷുവറിറ്റി, ഒരിക്കലും ഷുവറിറ്റിയുടെ എസ്റ്റേറ്റിനെ ലയബിൾ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പൊതുവേ ഷുവറിറ്റിയുടെ ഡെത്തോടുകൂടി ഡിസ്ചാർജ് ആവും. ഇനി പിന്നെ കണ്ടിന്യൂ ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ഗ്യാരണ്ടി നമ്മൾ ഉറപ്പ് കൊടുക്കുവാണ്. സോ ഈ ഷുവറിറ്റിയുടെ ഡെത്തിന് മുന്നേ കുറേ ട്രാൻസാക്ഷൻ ഏർപ്പെട്ടിട്ടുണ്ടാവും, അതിനൊക്കെ ഷുവറിറ്റിയുടെ എസ്റ്റേറ്റ് ലയബിൾ ആകും. സോ ഷുവറിറ്റിയുടെ ഡെത്തിന് ശേഷം അത് ക്രെഡിറ്റിന് അറിയത്തില്ലായിരുന്നു, ഷുവറിറ്റി മരിച്ച കാര്യം, അതൊക്കെ ഇറലവൻ്റ് ആണ്. ക്രെഡിറ്റിന് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും വാട്ട് എവർ ട്രാൻസാക്ഷൻ ഇസ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ ക്രെഡിറ്റർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഷുവറിറ്റിയുടെ എസ്റ്റേറ്റ് ഒരിക്കലും ലയബിൾ ആവില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ ഷുവറിറ്റി അല്ലെങ്കിൽ അയാളുടെ എസ്റ്റേറ്റ് ലയബിൾ ആവണമെങ്കിൽ അയാൾ ജീവനോട് ഇരിക്കുമ്പോൾ വാട്ട് എവർ ട്രാൻസാക്ഷൻ വാസ് എൻറ്റേർഡ് ഇൻ ടു ഷുവറിറ്റി അല്ലെങ്കിൽ ഷുവറിറ്റിയുടെ എസ്റ്റേറ്റ് വിൽ ബി ഹെൽഡ് ലയബിൾ. അയാളുടെ മരണശേഷം വാട്ട് എവർ ട്രാൻസാക്ഷൻ ഇസ് എൻറ്റേർഡ്, അത് ക്രെഡിറ്റിന് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും അബൌട്ട് ദ ഡെത്ത്, ഷുവറിറ്റീസ് എസ്റ്റേറ്റ് വിൽ നോട്ട് ബി ഹെൽഡ് ലയബിൾ. ഇത് മൊത്തം കഥയാണ്. നൗ ക്വസ്റ്റൻ ആണ്, കട്ട് കോപ്പി പേസ്റ്റ്. സോ ഇൻ ദ കേസിൽ എന്തുമാത്രം ട്രാൻസാക്ഷന് മാത്രമേ ലയബിൾ ആകത്തുള്ളൂ? 50,000 മാത്രമേ ലയബിൾ ആകത്തുള്ളൂ. പക്ഷേ അയാളുടെ എസ്റ്റേറ്റ് എത്ര മാത്രമേ ഉള്ളൂ?
45,000 മാത്രമേ ഉള്ളൂ. ടോട്ടൽ ലയബിലിറ്റി 50,000, പക്ഷേ അയാളുടെ എസ്റ്റേറ്റ് എത്രയേ ഉള്ളൂ? 45,000. അത്ര മാത്രം കൊടുത്താൽ മതി. കറക്റ്റ്. 30,000 ആദ്യമേ 20,000 പിന്നെയാണ് 40,000 വരുന്നത്. സോ ആദ്യം 30 പിന്നെ 20 ഡെത്തിന് ശേഷം. ഇത് ബിഫോർ ഡെത്താണ്. നൗ ആഫ്റ്റർ ഡെത്ത് സംഭവിച്ചതാണ്. ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 40,000. ഇങ്ങനെയാണ് ടോട്ടൽ 90 വന്നത്. 30 + 20 50 + 40 ടോട്ടൽ 90,000 തരണം എന്ന് പറയുന്നത് ക്രെഡിറ്റർ. പക്ഷേ ഇത് രണ്ടും ബിഫോർ ഡെത്ത് ആണ്. 30 + 20 വിച്ച് ഇസ് 50,000. നോ ദിസ് ഇസ് ആഫ്റ്റർ ഡെത്ത്. ഇത് എന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ല. 50,000 ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും എത്ര ഉള്ളൂ അയാളുടെ ടോട്ടൽ എസ്റ്റേറ്റ്? 45,000. സോ ബാക്കി 5,000 ആ നഷ്ടം ആര് ബെയർ ചെയ്യുക? ക്രെഡിറ്റർ ബെയർ ചെയ്യുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8 ഓക്കെ ആണോ? പോണി കണ്ട് ഇതെല്ലാം സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്. എടാ സ്പെഷ്യൽ കോൺട്രാക്ട് വിട്ടിട്ട് പോരുത്. ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി എല്ലാ ചാപ്റ്ററും കേട്ടോ. ഓൾ ദോസ് ചാപ്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9. Mr. Stephen owns a chicken farm near Gurugram where he breeds them and sells eggs and live chicken to retail shops in Gurugram. So Mr. Stephen, the business is chicken farm which is near the Gurugram. Selling of eggs and live chicken ആണ്. Mr. Fleming also owns a similar farm near Gurugram doing the same business. അയാൾ ചെയ്യുന്നതും, അപ്പോൾ we can name the person as Mr. S and F. രണ്ടുപേരും ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. Mr. Fleming had to go back to his native place in the Australia for 1 year. He needed money for the travel, so he pledged his farm to Mr. Stephen. So F pledge ചെയ്തിട്ടുണ്ട്. Mr. S for 1 year and received a deposit of 25 lakhs and went away. At that point of time, the stock of live birds was 1 lakh and an eggs of 10,000. ഇതായിരുന്നു അതിനകത്തെ സ്റ്റോക്ക്. The condition was that when Fleming returns, he will repay the deposit and take the possession of the farm with live birds and eggs. അത് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ എന്തുമാത്രം കൊടുക്കുന്നുണ്ടോ അത്രയും എൻ്റെ സ്റ്റോക്ക് എത്രയാണോ ലൈവ് സ്റ്റോക്ക് എനിക്ക് തിരിച്ചു തരണം. ഞാൻ പൈസ തിരിച്ചു തരുമ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് തിരിച്ചു തരണം. Now, after 1 year, Fleming came back and returned back the deposit. At that time, there were 1,09,000 live birds. Increase is due to hatching of eggs out of 10,000 egg as he left and 15,000 eggs. Mr. Stephen agreed to return the 1 lakh live birds and 10,000 eggs only. State the duties of Mr. Stephen as pawnee and advise Mr. Fleming about the rights in the given case. In this situation, study material you can actually see 2 types of question. Example ആക്കി കിടപ്പുണ്ടായിരിക്കും. One is a cow and a calf and one is about കമ്പനിയുടെ ഷെയർസ് ഉണ്ട്, ബോണസ് ഷെയർസ് കിട്ടുന്ന ഒരു കേസ് ഉണ്ട്. 2 എക്സാമ്പിളും വായിച്ചോണേ. റീഡ് ബോത്ത് ദി എക്സാമ്പിൾസ്. ഓക്കെ, എന്താന്ന് പറയാം. According to section 163 of the Indian Contract Act, in the absence of any contract, then subject to a contract, the bailee is bound to deliver to the bailor, according to his direction, any increase of profit which may have accrued on the goods bail. എടാ ഗുഡ്സ് ബെയിൽ ചെയ്യണ സമയത്ത് എന്തെങ്കിലും അക്രൂവൽ സംഭവിച്ചെന്ന് വിചാരിക്കുക, എന്തെങ്കിലും എക്സ്ട്രാ ഇൻക്രീസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷെയർസ് പ്ലെഡ്ജ് ചെയ്യുന്നു, ബോണസ് ഇഷ്യൂ നടത്തുന്നു. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്ട്രാ വന്ന ഷെയർസ് ആണ്. മറ്റേ പ്ലെഡ്ജ് ചെയ്ത സമയത്ത് കൗ ആയിരുന്നു, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കാഫ് ഉണ്ട്. സോ അയാൾ കൗ മാത്രമേ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയർസ് മാത്രമേ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. സെയിം എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അതിന് പകരം അവർ വേറൊരു സിറ്റുവേഷൻ ഇവിടെ തന്നേ ഉള്ളൂ. സോ നിങ്ങൾ ഗുഡ്സ് ബെയിൽ ചെയ്യണ സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻക്രീസ് സംഭവിച്ചു, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അത് ഒറിജിനൽ ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അത് മറ്റേ ആളുടെ അവകാശമല്ല. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി, ദ ബെയിലി ഈസ് ബൗണ്ട് ബാക്ക് ടു ഡെലിവർ ടു ദ ബെയിലർ അക്കോർഡിംഗ് ടു ഹിസ് ഡിറക്ഷൻ എനി ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് വിച്ച് മേ ഹാവ് അക്രൂ ഫ്രം ദ ഗുഡ്സ് ബെയിൽ. ഗുഡ്സ് ബെയിൽ നിന്ന് എന്തെങ്കിലും ഇൻക്രീസോ പ്രോഫിറ്റോ ബെയിലിക്ക് കിട്ടിയിട്ടുണ്ടോ അത് തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കുക, ബെയിലറിന് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മൊത്തം കഥയാണ്. എഗെയിൻ
അത് തിരിച്ചു കൊടുക്കണം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബവ് ലോ, ദ ഫാക്ട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഡ്യൂട്ടീസ് ഓഫ് മിസ്റ്റർ സ്റ്റീഫൻ, എന്തെങ്കിലും ഇൻക്രീസോ പ്രോഫിറ്റോ കിട്ടി, അത് ഇൻക്ലൂഡിങ് ഇൻക്രീസ് 9,000 പ്ലസ് മറ്റേ എക്സ്ട്രാ സംഭവിച്ചില്ല, അതെല്ലാം തിരിച്ചു കൊടുക്കുക. ആൻഡ് റൈറ്റ്സ് ഓഫ് മിസ്റ്റർ ഫ്ലെമിംഗ് എന്താണ്? ഇസ് എൻടൈറ്റിൽഡ് ടു റിക്കവർ ഫ്രം പോണി എനി ഇൻക്രീസ് ഇൻ ഗുഡ്സ് ഓർ പ്ലെജ്. രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ബോത്ത്. ഡ്യൂട്ടീസ് ഓഫ് മിസ്റ്റർ സ്റ്റീഫനും ചോദിക്കുന്നുണ്ട് ആസ് എ പോണി, ആൻഡ് ഓൾസോ അഡ്വൈസ് മിസ്റ്റർ ഫ്ലെമിംഗ് അബൌട്ട് ഹിസ് റൈറ്റ്. ആസ് എ ബെയിലർ അയാൾക്ക് എന്തൊക്കെ റൈറ്റ് കിട്ടുന്നുണ്ട്, ആസ് എ പോണി അയാളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്. സോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. കണ്ടോ? ഡ്യൂട്ടീസ് ഓഫ് മിസ്റ്റർ സ്റ്റീഫൻ ആൻഡ് റൈറ്റ്സ് ഓഫ് മിസ്റ്റർ ഫ്ലെമിംഗ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? So with this, we are done with the Indian Contract Act. I'll do the LLP and then we'll take a break. Sale puts act പോണേന് മുന്നേ we'll do the LLP part. LLP ക്കകത്ത് കാരണം there's only 1 or 2 questions. Only 1 question only this time. So we'll do that and we'll take a break. So moon act cover ചെയ്തു now. So IRF is done. Indian Contract Act is done. And we are going to take the LLP part. LLP ഇങ്ങോട്ട് എടുത്തോളൂ. Question number 17. State the rules regarding registered office of a LLP and change therein as per the provisions of LLP. എല്ലാ LLPക്കും registered office വേണം. Now what do you mean by registered office? നമ്മുടെ point of view we say head office. പക്ഷെ നമ്മൾ ലോയ്ക്കകത്ത് we don't say something called head office, we say registered office. എന്തിനാ ഈ registered officeന് എത്ര പ്രത്യേകത? എവിടാണോ നിങ്ങളുടെ registered office ആ ROCയുടെ അടിയിലായിരിക്കും നിങ്ങൾ മറ്റേ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇഫ് യു ആർ registered office in If your registered office is in Kerala, you will be under ROC Kerala. If you are in Karnataka, if your registered office is in Karnataka, you will be reporting to ROC Karnataka. If your registered office is in Delhi, you will be reporting to ROC Delhi. So registered office in a priority അതാണ്. നിങ്ങൾക്ക് registered office മാറ്റാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. മാറ്റി കഴിയുമ്പോൾ അത് ആരെ അറിയിച്ചാൽ മതി? ROCനെ അറിയിച്ചാൽ മതി. വേണ്ട. You don't have to write the entire duties of a pawnee. No. എഴുതണ്ട. ആൻസർ only to the question. ചോദിച്ച ക്വസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ആൻസർ ചെയ്താൽ മതി, വേറെ ഒന്നും എഴുതണ്ട. രജിസ്റ്റർഡ് ഓഫീസ് LLP ആൻഡ് ചേഞ്ച് therein. എല്ലാ LLPക്കും രജിസ്റ്റർഡ് ഓഫീസ് വേണം. കമ്മ്യൂണിക്കേഷൻ നോട്ടീസ് ROCക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് രജിസ്റ്റർഡ് ഓഫീസ്. അത് ഓപ്ഷൻ ഒന്നും അല്ല, മാൻഡേറ്ററി ആണ്. ഡോക്യുമെന്റ് LLPക്ക് അയക്കണമെങ്കിലും പാർട്ട്ണറിന് അയക്കണമെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന് അയക്കണമെങ്കിലും അത് ROCക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയൊക്കെ അയക്കും? പോസ്റ്റ് വഴി അയക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, ഓർ എനി അതർ മാനർ, ഓർ ഈവൻ ഡയറക്ട്ലി രജിസ്റ്റേർഡ് ഓഫീസിലോട്ട് അത് ഡെലിവർ ചെയ്യാം, ഓർ എനി അതർ അഡ്രസ് സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ബൈ ദ LLP. സോ രജിസ്റ്റേർഡ് ഓഫീസ് മാൻഡേറ്ററി ആണ്. എല്ലാ LLPക്കും അത് മാൻഡേറ്ററി ആണ് ഫോർ സെൻഡിങ് ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോട്ടീസസ്. അത് ആർക്കൊക്കെ ആയിരിക്കും ഡോക്യുമെന്റ്സ് സെർവ് ചെയ്യുക? ഇറ്റ് കുഡ് ബി ടു ദ LLP ഓർ പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഓർ എനി അതർ അഡ്രസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി LLP. LLPക്ക് രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് മാറ്റാം, ഒരു കുഴപ്പമൊന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ടു ഇൻഫോം ഇറ്റ് ടു ദി ROC. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ROCനെ അറിയിച്ചേ പറ്റുള്ളൂ. ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്. പെനാൽറ്റി വേണമെങ്കിൽ ഓർത്താൽ മതി, നോട്ട് മാൻഡേറ്ററി. ഇഫ് യു വോണ്ട് യു ക്യാൻ റിക്കലക്ട് ദിസ്. ഞാൻ അത്ര ഇതായിട്ട് പറയില്ല, ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ദിസ് ഇസ് പെനാൽറ്റി. പെനാൽറ്റി ഓർക്കാമെങ്കിൽ എഴുതുക. ഓക്കെ അല്ലേ? Okay, so we'll have a small break. We'll restart by 7:15. We'll start 7:15. We'll restart and we'll continue with the remaining 11 questions. Total 22 questions ആണ്. നമ്മൾ 11 questions complete ചെയ്തു. We'll do the remaining 11 questions after the break. Okay.
Start ചെയ്യാം. We'll continue. Sale of Goods Act. Okay. Now, we'll continue. AB Cloth House of a firm dealing with the wholesale and retail buying and selling of various kinds of clothes, customized as per the requirements of customers. So basically, customize ചെയ്തിട്ട് clothes ഉണ്ടാക്കി കൊടുക്കലാണ് ഇവരുടെ പരിപാടി. They dealt with silk, organza, organ dye, cotton, organza ആയിരിക്കും ഉദ്ദേശിച്ചത്, ഖാദി, chiffon and many other different varieties of clothes. പല clothes ആയിട്ട് അവർ ഡീൽ ചെയ്യാറുണ്ട്. മിസ്സസ് റീമ, a customer came to the shop and asked for a specific type of cloth. ആ ഒരു ഇപ്പം ഇത് കണ്ടില്ലേ, സിൽക്ക് ഒരു സ്പെസിഫിക് ടൈപ്പ്, ഓർഗൻസ് ഒരു സ്പെസിഫിക് ടൈപ്പാണ്, കോട്ടൺ, ഖാദി, ഷിഫോൺ ഇതെല്ലാം ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലോത്താണ്. സോ അതുപോലെ മിസ്സസ് റീമ ഒരു കസ്റ്റമർ കടയിൽ വന്നിട്ട് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലോത്ത് ചോദിക്കുന്നു. സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് എ സ്യൂട്ട് ഫോർ ഹർ ഡോട്ടേഴ്സ് ബർത്ത്ഡേ. ഷീ സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ഷീ റിക്വയർഡ് ദ കോട്ടൺ സിൽക്ക് ക്ലോത്ത് വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ പർപ്പസ്. എടുത്ത് പറഞ്ഞ കോട്ടൺ സിൽക്ക് മതിയെന്ന്. ദി ഷോപ്പ് ഓണർ അഗ്രീഡ് and arranged cloth pieces cut into as per the buyer's requirement. When Reema went to the tailor to get the suit stitched, she found that the seller has supplied her കോട്ടൺ ഓർഗൻസ മെറ്റീരിയൽ. പുള്ളിക്കാരി ചോദിച്ചത് എന്താ, കോട്ടൺ ഓർഗൻഡൈ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഓർഗൻസ മെറ്റീരിയൽ, പക്ഷേ പുള്ളിക്കാരി ചോദിച്ചത് കോട്ടൺ സിൽക്കാണ്. ക്ലോത്ത് വാസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ സെറ്റ് പർപ്പസ്. ഇറ്റ് വാസ് ഹെവിലി സ്റ്റാർച്ച്, നോട്ട് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്യൂട്ട്. ദ റീമ ആസ് ഫോർ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടും ആ പറയുന്ന ഗുഡ്സ് അല്ല പ്രൊവൈഡ് ചെയ്തത്. ടീലർ ആസ് റീമ ടു റിട്ടേൺ ദ കോട്ടൺ ഓർഗൻഡൈ ക്ലോത്ത് ആസ് ഇറ്റ് വുഡ് നോട്ട് മീറ്റ് ദ റിക്വയർമെന്റ്. ദ ഷോപ്പ് ഓണർ refused to return the cloth on the plea that it was to cut the specific requirements of Mrs. Reema and hence could not be resold. അപ്പോൾ ഷോപ്പ് ഓണർ പറയുവാണ്, എനിക്ക് മറ്റേ ഈ ക്ലോത്ത് ഞാൻ ആ റീമയുടെ റിക്വയർമെന്റ് അനുസരിച്ച് മറ്റേ കട്ട് ചെയ്ത് കൊടുത്താൽ, അപ്പോൾ എനിക്കിത് തിരിച്ചെടുത്താൽ എനിക്കിത് തിരിച്ച് മറച്ചു വെക്കാൻ പറ്റൂല, സോ ഐ കനോട്ട് ടേക്ക് ബാക്ക് ദ ക്ലോത്ത് എന്നാണ് ഓണർ പറയുന്നത്. വിത്ത് റെഫറൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് കവേറ്റ് എംപ്റ്റർ. കവേറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റ് ദ ബയർ ബിവെയർ. എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടി ഓഫ് ദ ബയർ ആസ് വെൽ ആസ് എ സെല്ലർ. എടാ വളരെ ക്ലിയർ ആയിട്ട് ആ ബയർ പറയുന്നില്ല, എനിക്ക് ഇതാണ് വേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? സോ രണ്ടും ഇവിടെ ചോദിക്കുന്നുണ്ട്, ഡോക്ട്രിൻ ഓഫ് കവേറ്റ് എംപ്റ്ററിന്റെ ബേസിൽ എഴുതാനാണ് പറയുന്നത്. സോ എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട് ബയറിന്, എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട് സെല്ലറിന്. ഓൾസോ എക്സ്പ്ലെയിൻ വെദർ മിസസ് റീമ വുഡ് ബി ഏബിൾ ടു ഗെറ്റ് ദി മണി ബാക്ക് ഓർ റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത് ആസ് പെർ ദ റിക്വയർമെന്റ്. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയണം. ഇത് രണ്ടുമാണ് കൺക്ലൂഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത്. കുവൈറ്റ് എംപ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡ്യൂട്ടീസ് ഓഫ് ദ ബയറും സെല്ലറും എഴുതുക. മിസസ് റീമയ്ക്ക് ഒന്നെങ്കിൽ പൈസ തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത് തിരിച്ചു കിട്ടുമോ. സോ യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് കുവൈറ്റ് എംപ്റ്റർ. അതായത് ഡോക്ട്രിൻ ഓഫ് കവേറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റ് ദ ബയർ ബിവെയർ. വെൻ ദ സെല്ലർ ഡിസ്പ്ലേസ് ദർ ഗുഡ്സ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, ഇറ്റ് ഇസ് ഫോർ ദ ബയർ ടു മേക്ക് എ പ്രോപ്പർ സെലക്ഷൻ ഓർ ചോയ്സ് ഓഫ് ദ ഗുഡ്സ്. ഇഫ് ദ ഗുഡ്സ് ടേൺ ഔട്ട് ടു ബി ഡിഫക്റ്റീവ്, ഹി കനോട്ട് ഹോൾഡ് ദ സെല്ലർ ലയബിൾ. അതായത് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ വെച്ചാൽ ബയർ എന്ന് നോക്കി കണ്ടിട്ട് വേണം മേടിക്കാനായിട്ട്. ഡിഫക്റ്റീവ് ആകുവാണെന്നുണ്ടെങ്കിൽ സെല്ലറിനെ ലയബിൾ ആക്കാൻ പറ്റൂല. ദ സെല്ലർ ഇസ് നോ വേ റെസ്പോൺസിബിൾ ഫോർ ദ ബാഡ് സെലക്ഷൻ ഓഫ് ദ ബയർ. ദ സെല്ലർ ഇസ് നോട്ട് ബൗണ്ട് ടു ഡിസ്ക്ലോസ് ദ ഡിഫക്ട്സ് ഇൻ ദ ഗുഡ്സ് വിച്ച് ഹി ഈസ് സെല്ലിംഗ്. അപ്പോൾ സെല്ലർ ഡിഫക്ട്സ് മറ്റേ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ബാഡ് സെലക്ഷൻ of the buyer seller responsibility എടുക്കേണ്ട ആവശ്യമില്ല. Now what is the duty of the seller according to the doctrine? ഇവിടെ ഇവരെ എല്ലാം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദീസ് ആർ ഓൾ ദ ഡ്യൂട്ടീസ്. സോ എല്ലാ ഡ്യൂട്ടീസും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടെക്നിക്കലി സ്പീക്കിംഗ് ഇല്ല. സോ ഇവിടെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവരെ കംപ്ലീറ്റ് ഡ്യൂട്ടി എക്സ്പ്ലെയിൻ ചെയ്യണം പറഞ്ഞു. സോ അതുകൊണ്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇവര് പോയിന്റ് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. നൗ യു വിൽ ഹാവ് ടു റൈറ്റ് 1 ലൈൻ ഈച്ച്. എല്ലാത്തിൻ്റെയും 1 ലൈൻ ഈച്ച് വെച്ച് കൊടുക്കണം. എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ജസ്റ്റ് ലിസ്റ്റഡ് ഔട്ട് മാത്രമാണ്. പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്. 1 ലൈൻ ഈച്ച് ഇട്ടിട്ട് നിങ്ങൾ പറയണം. എക്സ്പ്ലെയിൻ 1 ലൈൻ. ഫിറ്റ്നസ് ആസ് ടു ക്വാളിറ്റി. ഇതിനകത്ത് ഞാൻ പറയുന്ന 2-3 എണ്ണം എടുത്ത് മാർക്ക് ചെയ്തോണം. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന് എടുത്തോണം. ഇതിനെ ബേസ് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Now, based on the above provision and facts, it can be concluded that Mrs. Reema is entitled to get the money back or right kind of cloth as required to serve the purpose. It is a duty of the seller to supply such good as are reasonably fit for the purpose mentioned by the buyer. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതാണ് വേണ്ടത്. വളരെ ക്ലിയർ ആയിട്ട് ആ ക്വാളിറ്റി എല്ലാം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. സോ മണി ബാക്ക് തിരിച്ചു ചോദിക്കാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ സപ്ലൈ സച്ച് ഗുഡ്സ്. ഓക്കെ, തിരിച്ചു കിട്ടും. ക്ലോത്തോ മണിയോ, ഒന്നെങ്കിൽ മണി ചോദിച്ചെടുക്കാം അല്ലെങ്കിൽ ക്ലോത്ത് ചോദിച്ചെടുക്കാം. ഒരു കുഴപ്പമില്ല.
സോ ഇവിടെ ഈ ഞാൻ യെല്ലോയിൽ മാർക്ക് ചെയ്തതിനെ ബേസ് ചെയ്ത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് മറ്റേ നെസസറി എക്സാമ്പിൾസ് ആർ എക്സ്പ്ലെയിൻ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ ഓൾസോ. അതൊന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് എടുത്ത് വായിച്ചോ കേട്ടോ. യെസ്, ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് ചോദിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ആ ഒരു ഏരിയ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? Next, Samuel purchased a television set from Arun, the owner of Gada Electronics, on the condition that for the first 3 days he will check its quality and if satisfied that he will pay for that, otherwise he will return the television set. ഞാൻ 3 ദിവസം ടെലിവിഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ടെലിവിഷൻ റിട്ടേൺ ചെയ്യാമെന്ന് പറയുന്നു. സെക്കൻഡ് ഡേയിൽ ടെലിവിഷൻ സെറ്റ് വാസ് സ്പോയിൽ ഡ്യൂ ടു എൻ എർത്ത് ക്വേക്ക്. സോ എർത്ത് ക്വേക്ക് കാരണം ടെലിവിഷൻ പോയി, കേടായിപ്പോയി. അരുൺ ഡിമാൻഡ്സ് പ്രൈസ് ഓഫ് ദ ടെലിവിഷൻ സെറ്റ് ഫ്രം സാമുവൽ. സോ 3 ദിവസം ഉപയോഗിച്ചിട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ റീസൺ കൊണ്ടല്ല, എർത്ത് ക്വേക്ക് കാരണം ആ ടെലിവിഷൻ ഡാമേജ് ആയി പോകുന്നു. സോ അരുൺ തിരിച്ച് ആ പ്രൈസ് ചോദിക്കുവാണ്. വെദർ സാമുവൽ ഇസ് ലയബിൾ ടു പേ ഫോർ ദ പ്രൈസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 24 when the goods are delivered to the buyer on approval or sale or return basis or other similar terms, the property passes to the buyer. When property means ownership. When he signifies his approval or acceptance to the seller, എപ്പോഴാണ് ഞാനത് മേടിച്ചു എന്നുള്ളൊരു അപ്രൂവൽ കൊടുക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കുക. വെൻ ഹി ഡസ് എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ, അതായത് പേയ്മെന്റ് കൊടുത്താൽ ആ ആക്ട് അഡോപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. ഇഫ് ഹി ഡസ് നോട്ട് സിഗ്നിഫൈസ് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് ടു ദ സെല്ലർ ബട്ട് റീറ്റെയിൻ ഗുഡ്സ് ബിയോണ്ട് എ റീസണബിൾ ടൈം, ആ 3 ദിവസം എന്നുള്ള റീസണബിൾ ടൈമാണ്. സോ 3 ദിവസത്തിൽ കൂടുതൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്തു എന്ന് പറയാം. സോ പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ അപ്രൂവൽ പറയണം, ഞാനിത് മേടിക്കുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യുന്നു, ഇറ്റ് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റൻസ്. ഇപ്പോൾ പൈസ കൊടുത്താൽ ഇറ്റ് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റൻസ്. 3 ആ റീസണബിൾ പീരീഡ് കഴിഞ്ഞിട്ടും അത് വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഓർത്തോണം, ഈ ഗുഡ്സ് ഫോൾട്ടി ആയത് ആളുടെ പ്രശ്നം കൊണ്ടല്ല, എർത്ത് ക്വേക്ക് കാരണം സംഭവിച്ചാണ്. When the goods without any fault on the part of the seller or the buyer perish or become so damaged no longer to answer to the description in the agreement before the risk passes to the buyer, the agreement is thereby avoided. അപ്പോൾ സാമുവൽ ഇത് പർച്ചേസ് ചെയ്യുന്നു. സോ അക്കോർഡിംഗ് ടു ഇത് മൊത്തം അനാലിസിസ് ആണ്. അനാലിസിസ് വായിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റൻ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. സോ അക്കോർഡിംഗ് ടു ദ അബവ് പ്രൊവിഷൻ ദ പ്രോപ്പർട്ടി ഹാസ് നോട്ട് ബീൻ പാസ്ഡ്. ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട് അയാൾ അപ്രൂവൽ കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു, എനി അതർ ആക്ട് വിച്ച് ഹി സിഗ്നിഫൈസസ് ദ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ബിയോണ്ട് ദ പീരീഡ് അയാൾ വെച്ചു എന്നൊന്നും പറയുന്നില്ല. സെക്കൻഡ് ഡേ തന്നെ എർത്ത് ക്വേക്ക് കാരണം അത് നശിച്ചു പോകുന്നു. സോ ഈ കേസിൽ റിസ്ക് പാസ് ഓൺ ആയിട്ടില്ല, ദെയർ ബൈ കോൺട്രാക്ട് അവോയ്ഡഡ് ആണ്. സാമുവൽ ഇസ് നോട്ട് ലയബിൾ ടു പേ ദ പ്രൈസ്, ദ ലോസ് ഫൈനലി ഷുഡ് ബി ബോൺ ബൈ ദ സെല്ലർ ഹിംസെൽഫ്. എടാ പ്രോപ്പർട്ടി പാസ് ഓൺ ആകുമ്പോൾ മാത്രമേ റിസ്ക് പാസ് ഓൺ ആവുന്നുള്ളൂ, അതായത് ഓണർഷിപ്പ് പാസ് ഓൺ ആകുമ്പോൾ മാത്രമേ റിസ്ക് പാസ് ഓൺ ആവുന്നുള്ളൂ. പ്രോപ്പർട്ടി പാസ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. ഈ 3 കാര്യം സംഭവിച്ചിട്ടില്ല. സെക്കൻഡ് കേസിൽ ബയറിന്റെ പ്രശ്നം കൊണ്ടോ സെല്ലറിന്റെ പ്രശ്നം കൊണ്ടോ അല്ല, ഗുഡ്സ് പെരിഷ്ഡോ ഡാമേജ്ഡോ ആയി. ആ കേസിൽ അവിടെ പ്രോപ്പർട്ടി പാസ് ഓൺ ആയിട്ടില്ല, റിസ്ക് പാസ് ഓൺ ആയിട്ടില്ല. അത് ആര് തന്നെ ബെയർ ചെയ്യണം? സെല്ലർ തന്നെ ബെയർ ചെയ്യണം. നോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഏരിയ, കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. നോ, Suraj sold his car to Sohan for 1,75,000 rupees. After inspection and satisfaction, Sohan paid 75,000 and took possession of the car and promised to pay the remaining amount within a month. So 1,75,000 75,000 കൊടുക്കുന്നു, ബാക്കി 1 lakh rupees പിന്നീട് തരാമെന്ന് പറയുന്നു. Later on, Sohan refuses to give the remaining amount on the grounds that the car was not in good condition. Good condition അല്ലാത്തതുകൊണ്ട് നിനക്ക് ഞാൻ പേയ്മെന്റ് തരില്ല എന്ന് പറയുന്നു. Advise Suraj as to what remedy is available to him against Sohan. ആദ്യം 1,75,000 ഒരു പാർട്ട് പേയ്മെന്റ് കൊടുക്കുന്നു, ബാക്കി പേയ്മെന്റ് പിന്നെ തരാമെന്ന് പറയുന്നു. പിന്നീട് മനസ്സിലാവുകയാണ് കാർ ഗുഡ് കണ്ടീഷൻ അല്ല, അതുകൊണ്ട് ഞാൻ ബാക്കി പേയ്മെന്റ് തരില്ല എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും റെമഡി അവൈലബിൾ ആണോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 55, an unpaid seller has a right to institute a suit for the price against the buyer personally വേണമെന്നുണ്ടെങ്കിൽ സ്യൂ ചെയ്തെടുക്കാം. This section lays down that where under a contract of the sale the property in the goods has passed to the buyer and the buyer wrongfully neglects or refuses to pay for the goods, property pass on ആയി, ഓണർഷിപ്പ് പാസ് ഓൺ ആയി, എന്നിട്ട് ബയർ നെഗ്ലക്ട് ചെയ്യുവാണ്, the seller may sue him for the price of the goods. അങ്ങനെയാണെങ്കിൽ സെല്ലറിന് ബയറിന് അടുത്തുനിന്ന് പ്രൈസ് മേടിച്ചെടുക്കാം. Where under a contract of sale the price is payable on a certain day irrespective of the delivery നടന്നാലും ഇല്ലെങ്കിലും പൈസ തരണം എന്നായിരുന്നു കോൺട്രാക്ട് ഓഫ് സെയിലിനകത്തെങ്കിൽ
and the buyer wrongfully neglects or refuses to pay. എന്നിട്ട് ബയർ പറയാണ് ഞാൻ പൈസ തരില്ല എന്ന് പറയുവാണെങ്കിൽ the seller may sue for the price. It makes no difference even if the property in the goods has not passed. Property pass on ആയെങ്കിലും ഇല്ലെങ്കിലും ഡെലിവറി അവിടെ ഇറലവൻറ്റ് ആണ്, പൈസ തരണം എന്ന് പറഞ്ഞാൽ തന്നേ പറ്റുള്ളൂ. The problem is based on the above provision. Hence, Suraj will succeed against Sohan for recovery of the remaining amount. അവിടെ എന്തൊക്കെ ചോദിച്ചെടുക്കാൻ പറ്റും? ഇൻട്രസ്റ്റ് ഓൺ ദ റിമൈനിങ് amount ചോദിക്കാം, ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് ദ സ്യൂട്ട് ചോദിക്കാം, കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിങ്സ് ചോദിക്കാം. ഇതെല്ലാം അയാൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അൺപെയ്ഡ് സെല്ലറിനകത്ത് കുറേ പോർഷൻസ് കിടപ്പുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ കംപ്ലീറ്റ് യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Very important. Even if you take any attempts, any of the previous attempt, you can see one question related to unpaid seller. എങ്ങനെ വളരെ റെയർ അറ്റംപ്റ്റ്സിൽ അവർ അൺപെയ്ഡ് സെല്ലർ വിടാറുള്ളൂ. സോ സോഗയ്ക്കകത്ത് അൺപെയ്ഡ് സെല്ലറിനകത്ത് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കണം. ഈ ഒരു സെക്ഷൻ മാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയൂല. അൺപെയ്ഡ് സെല്ലറിന്റെ എല്ലാ ഏരിയയിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ ഇത് പിക്കപ്പ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? 12th ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Can we go ahead? Okay അല്ലേ? അടുത്തത്, ആകാശ് purchased 100 kgs of wheat from Bhaskar at 80 per kg. Bhaskar says that that wheat is in his warehouse in the custody of Kishore, the warehouse keeper. Kishore confirmed to Akash that he can take the delivery of wheat from him. Until then, he is holding the wheat on Akash's behalf. നിനക്ക് നിന്റെ ഓൺ ബിഹാഫ് ഞാനത് ഹോൾഡ് ചെയ്തോളാന്ന് പറയുന്നു. Before Akash picks the goods from warehouse, the whole wheat in the warehouse has flowed in the flood. Now, Akash wants his price on the contention that no delivery has been done by the seller, whether Akash is right with the views under the Sale of Goods Act. As per the provisions of Sale of Goods Act, there are 3 modes of delivery: actual delivery, constructive delivery, symbolic. അതിനകത്ത് ഭയങ്കര 2 important deliveries ആണ്, constructive and symbolic. ഭയങ്കര ആ 2 important ആയിട്ട് മാർക്ക് ചെയ്യണം. When delivery is effected without any change in the custody or actual possession, it is called constructive delivery. എടാ അവിടെ കസ്റ്റഡി പോയിട്ടുണ്ടാകൂല, ഇപ്പോഴും ഞാൻ തന്നെ ഹോൾഡ് ചെയ്യുമായിരിക്കും ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഗുഡ്സ് തസ്നയ്ക്ക് വിൽക്കുന്നു. പക്ഷെ തസ്ന പറയാണ്, ധന്യ ക്യാൻ യു ഹോൾഡ് ഇറ്റ് ഫോർ മീ, ഞാനിപ്പോൾ തൽക്കാലം സ്ഥലത്തില്ല, ക്യാൻ യു ഹോൾഡ് ഇറ്റ് ഫോർ മീ. സോ ആക്ച്വൽ പൊസിഷൻ ആരുടെ അടുത്ത് പോയിട്ടില്ല? തസ്നയുടെ അടുത്ത് പോയിട്ടില്ല. പക്ഷെ തസ്നയ്ക്ക് വേണ്ടി ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഒരു ചേഞ്ച് ഇൻ കസ്റ്റഡി സംഭവിക്കുന്നില്ല, ആക്ച്വൽ പൊസിഷൻ പോകുന്നില്ല. സോ ഞാൻ കുറച്ച് ഗുഡ്സ്, ഞാനൊരു 10 tons ഓഫ് ഷുഗർ പുള്ളിക്കാരി വിൽക്കുന്നു, തസ്നയ്ക്ക് കൊടുക്കുന്നു. തസ്ന ആക്ച്വലി അത് ഏറ്റെടുത്തിട്ടില്ല, ബിക്കോസ് ഷീ ഈസ് റൈറ്റ് നൗ നോട്ട് ഹിയർ, ഷീൽ കം ലേറ്റർ ഓൺലി. സോ ഷീ ആസ്ക് മീ ക്യാൻ യു ഹോൾഡ് ഇറ്റ് ഓൺ മൈ ബിഹാഫ്. ഞാൻ തസ്നയ്ക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വൽ കസ്റ്റഡി പൊസഷൻ പോയിട്ടില്ല, പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡെലിവറി സംഭവിച്ചിട്ടുണ്ട്. ആ ഡെലിവറിയുടെ പേരാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. നൗ by acknowledgement, adu tasna parayana Dhanya hold it on behalf. Now she has acknowledged it. Constructive delivery takes place when a person is in possession of the goods belonging to the seller, acknowledges to the buyer that he is holding the goods on the buyer's behalf. Seller buyer nodu parayuana, see buyer, I will hold it on your behalf. Annattu buyer adu acknowledge cheyidu parayana okay ennu parayuva. On the basis of the above provisions and facts, it is clear that possession of the wheat has been transferred through constructive delivery. Hence Akash is not right, he cannot claim the price back. Eda ivada ശരിക്കും മറ്റേ ഗുഡ്സ് ഒക്കെ പാസ് ഓൺ ചെയ്തു, എല്ലാം പോയി, അവിടെ ആക്ച്വൽ ഡെലിവറി നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. 3 ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ട്. ആക്ച്വലി പോയിട്ടുണ്ടാവണം. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക് ഡെലിവറി ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ, അപ്പോൾ വേറെ ടോപ്പിക്കിലോട്ട് പോകും. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഗുഡ്സ് എന്ത് ചെയ്യുവാണ്, ഗുഡ്സ് വിറ്റു, പക്ഷേ അയാൾക്ക് വേണ്ടി ഞാൻ ഗുഡ്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം, അയാൾ എക്നോളജ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. സച്ച് ടൈപ്പ് ഓഫ് ഡെലിവറി ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. സോ ആക്ച്വൽ ഡെലിവറി നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കസ്റ്റഡി പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ കൺസ്ട്രക്റ്റീവ് ഡെലിവറി നടന്നാലും അവിടെ ഗുഡ്സ് പാസ് ഓൺ ചെയ്തതിന് തുല്യമാണ്. സോ നൗ കെൻ യു സേ ദാറ്റ് അയ്യോ ഫ്ലഡ് സംഭവിച്ചു, താൻ സൂക്ഷിക്കാത്തതുകൊണ്ട് പോയത്, എനിക്ക് എൻ്റെ പ്രൈസ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ചോദിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ആക്ച്വൽ പൊസിഷൻ മാത്രം നടക്കാത്തേ ഉള്ളൂ. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്റ്റീവും സിംബോളിക്കും, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിംബോളിക്കിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്ന കുറച്ച് പോർഷൻസ് ഇല്ലേ, ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, ഡോക്യുമെന്റ് ഷോയിങ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോർഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. നോയിക്കോണേ, കൺസ്ട്രക്റ്റീവും സിംബോളിക്കാണ് ഭയങ്കര, ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കൺസ്ട്രക്റ്റീവ് സിംബോളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ IRF is done. Indian Contract Act കഴിഞ്ഞു, IC Indian Contract Act കഴിഞ്ഞു. We have completed LLP, 4th one, SOGA is also done. ഏകദേശം ഡിഡ് യു ഗെറ്റ് എൻ ഐഡിയ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ വന്നേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ ആണോ?
Okay, now let us go ahead. Again, Indian Partnership Act ആണ്. Sahil, Amit and Kunal were partners in a firm. So we'll keep it as SANK. The firm is a dealer in the office furniture. They have regular dealings with Measures AB and Company for the supply of furniture. 30th June, one partner, Mr. Kunal, died in a road accident. So, okay, Marichui. The firm ordered Measures AB and Company to supply the furniture for the business on 25th May when Kunal was also alive. Kunal alive ആയിരിക്കുന്ന സമയത്താണ് ഈ ഫർണിച്ചർ ഓർഡർ ചെയ്യുന്നത്. Now Sahil and Amit continued the business in the firm's name after the Kunal's death. The firm did not give any notice about the Kunal's death to the public or the persons dealing with the firm. Measures AB and Company delivered the furniture to the firm on 25th July 2023. So മരിക്കുന്നത് 30th ജൂണിലാണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ മാരത്തോൺ സീരീസിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. The fact about Kunal's death was known to them at the time of delivery of goods. Afterwards, the firm became insolvent and failed to pay the price of the furniture to Measures AB and Company. Now, Measures AB and Company has filed a case against the firm for recovery of price of the furniture. With reference to the provisions of Indian Partnership Act, explain whether Kunal's private estate is also liable. എടാ ഡെത്തിന്റെ കേസ് പബ്ലിക് നോട്ടീസ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ ഇവിടെ ഡെലിവറി സംഭവിച്ചേക്കുന്നത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ ആണ്. സോ ഒരു രീതിയിലും അയാളുടെ എസ്റ്റേറ്റ് ലയബിൾ ആകൂല. Exact same question നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്ത. According to Section 35 of the Indian Partnership Act, where under a contract between the partners, the firm is not dissolved by the death of a partner, the estate of a deceased partner is not liable for any act done by the firm after his death. ഡെത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ആ ഡിസീസ്ഡ് പാർട്ട്ണറുടെ firm മറ്റേ എസ്റ്റേറ്റ് ഒരിക്കലും ലയബിൾ ആവില്ല. Further, in order that the estate of the deceased partner may be absolved from the liability for the future obligation of the firm, it is not necessary to give any notice either to the public or persons dealing with them. So, third party can notice കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന പബ്ലിക്കിനും നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. So, in the light of the above facts, delivery of the furniture തന്നെ നടത്തിയത് കുനാൽസ് ഡെത്തിന് ശേഷമാണ്. സോ അയാളുടെ എസ്റ്റേറ്റ് ഒരിക്കലും ലയബിൾ ആകൂല. A suit for goods sold and delivered would not lie against a representative of the deceased partner. ഒരിക്കലും റെപ്രസെന്റേറ്റീവിനെതിരെ കൊടുക്കാൻ പറ്റില്ല. This is because there was no debt due to the due in respect of the goods in Kunal's lifetime. ഇതേ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിലും കിടപ്പുണ്ട്. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്തും വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് സീരീസിലും നമ്മൾ വർക്ക് ബുക്ക് ഡിസ്കസ് ചെയ്തേക്കണം. സോ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് വർക്ക് ബുക്ക്. സെയിം ക്വസ്റ്റ്യൻ ഫ്രം ദ വർക്ക് ബുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഓക്കെ. He was already dead when the delivery of the goods was made to the firm, and also it is not necessary to give any notice. Estate liable ആകൂല. സോ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഡെലിവറി ആഫ്റ്റർ ദ ഡെത്ത് ആണ്. പിന്നെ ഡെത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും ഡെത്തിന് ശേഷമുള്ള നോ ട്രാൻസാക്ഷൻസ് ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ എസ്റ്റേറ്റ് ലയബിൾ ആവൂല. നോട്ട് ലയബിൾ ആക്കാൻ പറ്റൂല. ഇവിടെ ഡെലിവറി നടന്നു തന്നെ ആഫ്റ്റർ ഡെത്ത് ആണ്. സെയിം ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മൾ ചെയ്ത 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെയിം ആണ്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ദെയർ ഇൻ യുവർ വർക്ക് ബുക്ക്. സോ വർക്ക് ബുക്ക് സീരീസിൽ കയറാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ സീരീസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യും. Now next question related to partnership. State whether the following is a partnership. Same question again. Exact same question. It's there in the workbook. ഇതേ ക്വസ്റ്റ്യൻ വർക്ക് ബുക്ക് കിടപ്പുണ്ട്. Now, partnership ആണോ അല്ലയോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. A and B buy commodity X and agree to sell the commodity with the sharing profits equally. കണ്ടോ, ഇത് പാർട്ട്ണർഷിപ്പ് ആണ്. യെസ്, ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ്. രണ്ടുപേരും ഒരു കമ്മോഡിറ്റി എക്സ് എന്ന് പറഞ്ഞൊരു സാധനം മേടിക്കുന്നു, അത് സെല് ചെയ്യാൻ വേണ്ടി പറയുന്നു, പ്രോഫിറ്റ്സ് ഈക്വലി ഷെയർ ചെയ്തോളാം എന്ന് പറയുന്നു. നോ, ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ പാർട്ട്ണർഷിപ്പ്. 2 firms each having 12 partners combined by an agreement into 1 firm. ഇത് സ്ഥിരമുള്ള ഒരു ഡൗട്ടാണ്. ഇതും ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. 2 പേര് എഗ്രിമെന്റ്, 2 ഫേം ഒന്നായി ഒരു ഫേം ആകുന്നു. യെസ്, ഇറ്റ് ഇസ് പാർട്ട്ണർഷിപ്പ്. A and B കോ ഓണേഴ്സ് ആണ്. ഇത് പാർട്ട്ണർഷിപ്പ് അല്ല. ദിസ് ഇസ് നോട്ട് എ പാർട്ട്ണർഷിപ്പ്. കോ ഓണർഷിപ്പ് സെയിം സംഭവം വി ഹാഡ് ഡിസ്കസ്ഡ് ഇൻ ദി മാരത്തോൺ സീരീസ്. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ് നോക്കിക്കോണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എഗ്രി ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ കോമൺ ഫോർ പ്രോഫിറ്റ്. എടാ, ഇവിടെ കോ ഓണേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. അത് പാർട്ട്ണർഷിപ്പ് അല്ല. Some individuals form an association to which each individual contributes 5,000 annually. The objective of the association is to produce clothes and distribute the clothes free to the war from widows. Allada, non for profit purpose nu vendi orikkalum namakku partnership start cheyan pattula. No, this is also not a partnership. Eda, ivide yes ആ കൊടുത്തേക്കുന്നത്. You cannot call it as partnership. Co-owners aanu, keep it as no. Now, A and B are co-owners, share
between themselves a rent derived from a piece of land? No, it is not considered as a partnership. No, ഇതിന് ഞാൻ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ കണ്ടിട്ടുണ്ട് ഈ ഒരു ഒറ്റ പെർട്ടിക്കുലർ ക്വസ്റ്റിന്. ഐ ഹവ് സീൻ എ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ, ബിക്കോസ് എ ആൻഡ് ബി കോണേഴ്സ് ഹാവ് എഗ്രി ടു കണ്ടക്ട് എ ബിസിനസ് ഇൻ കോമൺ ഫോർ പ്രോഫിറ്റ്. ഇതേ സംഭവം ഐ ഹവ് സീൻ അനദർ ആൻസർ പ്രസന്റേഷൻ വേർ ദേ ഹവ് പ്രസന്റഡ് നോ, അത് കോണേഴ്സ് ആണ്, കോണേഴ്സിനകത്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാതിരിക്കാം, അതുകൊണ്ട് അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആയിട്ട് കാണണ്ട. സെയിം RTP ക്വസ്റ്റ്യൻ ദേ ഹാവ് കൺസിഡേർഡ് ഇറ്റ് ആസ് നോട്ട് എ പാർട്ട്ണർഷിപ്പിന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ഗോ വിത്ത് ദ സെക്കൻഡ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട്ണർഷിപ്പ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ സംഭവം രണ്ട് രീതിയിൽ ആൻസർ പ്രസന്റേഷൻ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോണം, ഈ ഒരെണ്ണം. ആദ്യത്തെ പ്രസന്റേഷനകത്ത് അവർ പറയുന്നത് കോണേഴ്സ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നിട്ട് പ്രോഫിറ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ആയിട്ട് കാണുന്നത്. സെക്കൻഡ് പ്രസന്റേഷനകത്ത് അവർ പറയുന്നത് ഇത് കോണേഴ്സ് ആണ്, സോ കോണേഴ്സിനെ നമ്മൾ എന്തായിട്ട് കാണേണ്ട ആവശ്യമില്ല, പാർട്ട്ണർഷിപ്പ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. സോ ഐ ഗോ വിത്ത് ദ സെക്കൻഡ് പ്രസന്റേഷൻ. ഇഫ് യു വോണ്ട് ടു ഗോ വിത്ത് ദ ഫസ്റ്റ് പ്രസന്റേഷൻ, ഗോ ഫോർ ഇറ്റ്. ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്, അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. വർക്ക് ബുക്ക് ഇത് അത്ര ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അല്ല, വേറൊരെണ്ണം കിടപ്പുണ്ട്, അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്, അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വർക്ക് ബുക്ക് പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ കൂടെ കിടപ്പുണ്ട്. ക്ലിയർ അല്ലേ? സോ തേർഡ് വൺ യു ക്യാൻ സെലക്ട്, നിങ്ങൾക്ക് എന്ത് പ്രസന്റേഷൻ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യാം. രണ്ട് പ്രസന്റേഷനും കൊടുത്തിട്ടുണ്ട്, ബോത്ത് പ്രസന്റേഷൻസ് ആർ അക്സെപ്റ്റഡ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റനും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. രണ്ട് പാർട്ട്ണർഷിപ്പ് ഫേം ചേർന്നിട്ട് ഒരു ഫേം ആകുന്നു, അതെങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ആവുന്നത്? രണ്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ആവുന്നു. ഇപ്പോൾ D&S ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു, A&B വേറൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു. രണ്ടുപേരും കൂടെ ഒന്നായിട്ട് DSAB എന്ന് പറഞ്ഞിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു, DSAB എന്ന് പറയുന്നൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ DB എന്ന് പറയുന്നൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അത് പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, നോ പ്രോബ്ലം. സെക്കൻഡ് വണ്ണും ഞാൻ പൊതുവേ കുട്ടികൾ ഡൗട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ എക്സാമിന് വേണമെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് നോക്കാം. ഇത് റെഗുലർ സ്റ്റുഡൻസ് ഒക്കെ സ്ഥിരം ചോദിച്ച് കേട്ടിട്ടുള്ള ഒരു ഡൗട്ടാണ്. സോ യു ക്യാൻ ആക്ച്വലി മാർക്ക് ഇറ്റ്. ഓക്കെ, നോ നെക്സ്റ്റ് വൺ. ഇതും ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസൊല്യൂഷൻ. Dissolution of a partnership firm take place under the provisions of Indian Partnership Act. പല രീതിയിൽ ചെയ്യാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ, RTPക്കകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. പ്രീവിയസ് ഇയർ വന്നതിൻ്റെ ബേസിസ് ഞാൻ പറയാമേ. കമ്പൽസറി ഡിസൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, കമ്പൽസറി ഡിസൊല്യൂഷൻ ചോദിക്കാം. അതുപോലെ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവോ. എന്തായാലും ഡിസൊല്യൂഷനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ, അപ്പോൾ ഇത് രണ്ടും കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്തേക്കണം. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ IQ ചോദിക്കും. അവർ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, കമ്പൽസറി ഡിസൊല്യൂഷനും ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട്. വർക്ക് ബുക്കിൽ അഗൈൻ ഇഫ് യു സി സോ മെനി ടൈംസ് ഹവ് റിപ്പീറ്റഡ് ദറ്റ് ക്വസ്റ്റ്യൻ. നോ, ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം കംപ്ലീറ്റ്ലി തീരുവാണ്, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിച്ചു, അപ്പോൾ ദേ ആർ ഗോയിങ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഇറ്റ് മീൻസ് ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഓൾ പാർട്ട്നേഴ്സ്. വെൻ ഓൺലി വൺ ഓഫ് ദ പാർട്ട്ണർ റിട്ടയേഴ്സ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റഡ് ഡ്യൂ ടു ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ, ഒരിക്കലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തീരേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് സബ്ജക്ട് ടു എ കോൺട്രാക്ട് ആണ്. റെസ്റ്റ് മേ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്, റെസ്റ്റ് മേ കണ്ടിന്യൂ. അപ്പോൾ അവിടെ ഫേം കംപ്ലീറ്റ്ലി പാർട്ട്ണർഷിപ്പ് മൊത്തം ഡിസോൾവ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ മാത്രമേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം അവിടെ സംഭവിക്കുന്നുള്ളൂ. സോ പാർട്ട്ണർഷിപ്പ് രണ്ട് രീതിയിൽ ഡിസോൾവ് ആകാം. ഇറ്റ് കുഡ് ബി വോളണ്ടറി ഡിസൊല്യൂഷൻ, അല്ലാതെ വോളണ്ടറി ഡിസൊല്യൂഷൻ അല്ലാതെ കോർട്ട്. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന കേസ്, കമ്പൽസറി അല്ല, ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് എന്ന് പറയുന്ന കേസും ഉണ്ട്. സോ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം മേ ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെന്റ് വേസ്. എഗ്രിമെന്റ് പ്രകാരമാകാം, കീ വേർഡ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എഗ്രിമെന്റ് പ്രകാരമാകാം, അൺലോഫുള്ളായി, ബിസിനസ് അൺലോഫുള്ളായി. കണ്ടോ, കമ്പൽസറി ഡിസൊല്യൂഷൻ. ഇതിനെ ബേസ് ചെയ്ത് മാത്രം കുറേ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സബ്ജക്ട് ടു ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അതായത് സർട്ടൻ കണ്ടിജൻസീസ് സംഭവിച്ചു, എഫ്ലുവൻസ് ഓഫ് ടൈം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ പെർട്ടിക്കുലർ അഡ്വഞ്ചർ, പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ജനറൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് മാറുന്നു, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ സബ്ജക്ട് ടു എ കോൺട്രാക്ട്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ സബ്ജക്ട് ടു എ കോൺട്രാക്ട്. അതുപോലെ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ നോട്ടീസ് കൊടുത്ത പ്രകാരം ഈ പറയുന്ന ഫേം വേണമെന്നുണ്ടെങ്കിൽ ഡിസോൾവ് ആയി പോയേക്കാം. പിന്നെ കോർട്ട് ഇടപെടുന്ന കേസുകൾ, ഒരു പാർട്ട്ണർ അൺസൗണ്ട് മൈൻഡായി പെർമനന്റ് ഇൻകപ്പാസിറ്റി സംഭവിച്ചു, മിസ്കണ്ടക്ട് ഓഫ് എ പാർട്ട്ണർ, വിൽഫുൾ പെർസിസ്റ്റന്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്, ട്രാൻസ്ഫർ ഓഫ് സെയിൽ ഓഫ് ഹോൾ ഓഫ് ഇൻട്രസ്റ്റ്, മൊത്തം ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് കൊടുക്കുന്നു, ഇംപ്രോബിലിറ്റി ഓഫ് ദ ബിസിനസ്, അതായത് കംപ്ലീറ്റ് ലോസ് ഓഫ് സബ്സ്ട്രാക്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. ആ വാക്കൊന്ന് ഓർത്തോണേ,
ലോസ് ഓഫ് സബ്സ്ട്രാറ്റം ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ലോസ് ഓഫ് സബ്സ്ട്രാറ്റം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, നമ്മുടെ മാരത്തോണിൽ നോക്കിയാൽ മതി. അതാണ് ഇംപ്രോബിലിറ്റി ഓഫ് ദ ബിസിനസ് ബീങ് ക്യാരിഡ് ഓൺ സേവ് അറ്റ് എ ലോസ്. അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് അത്. ലോസ് ഓഫ് സബ്സ്ട്രാറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്ന ഒബ്ജക്റ്റ് ഇനിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇംപ്രോബിലിറ്റി ഓഫ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ സേവ് അറ്റ് എ ലോസ് എന്ന് പറഞ്ഞാൽ മൊത്തം ലോസ് ആണ്, ഇനി ഫ്യൂച്ചർ ഡേറ്റിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ പൂട്ടി പോകുന്നത് തന്നെയാണ് നല്ലത്. ഈ പറയുന്ന ഗ്രൗണ്ടുകളിലൊക്കെ ജസ്റ്റ് ഇത് കൂടാതെ ഏതെങ്കിലും ജസ്റ്റ് ആൻ ഇക്വിറ്റബിൾ ഗ്രൗണ്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് ഡിസൊല്യൂഷനിലോട്ട് പോയേക്കാം. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്. സോ പ്രിഫറബിളി ചോദിച്ചാൽ ഒരു 1 ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. സോ ഇത് ഇവർ മൊത്തം ടോപ്പിക്കാണ് ചോദിച്ചേക്കുന്നത്, മൊത്തം. മറ്റേ വോളണ്ടറിയും ചോദിച്ചു, വോളണ്ടറി അല്ലാത്ത കേസും ചോദിച്ചു. ചില സമയത്ത് അവർ എടുത്തു ചോദിക്കും. അങ്ങനെ എടുത്തു ചോദിക്കുന്ന 1-2 എണ്ണമാണ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചത്. 1 is കമ്പൽസറി ഡിസൊല്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് എടുത്ത് അവർ ചോദിക്കാറുണ്ട്. സോ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. LLP നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? So Partnership Act is also done. Now we are left with 2 Act, that is Companies Act and Negotiable Instruments Act. Set ആണോ? ഓക്കെ ആണോ? Okay. Companies Act ne base the question, it's very easy. It's a Section 8 company based question. Again, the same question was given in your workbook. It's a very same question. ഒരു മാറ്റവുമില്ല. അവിടെയും ക്രിസ്ത്യൻ സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടേക്കണേ. ABC has decided to set up a new club with the name of ABC Club, having objects to promote welfare of Christian society. They plan to do a charitable work or social activity for promoting the artwork of economically weaker section of the Christian society. So Christian society ആണ് start ചെയ്തത് economically weaker section support ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Company obtained the status of Section 8 company and started operating from 1st April 2021. However, on 30th September 2023, it was observed that ABC Club was violating the objective clause, due to which it was granted the Section 8 company. കൊടുത്ത ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്, അത് വയലേറ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണ്. ഡിസ്കസ് വാട്ട് പവേഴ്സ് ക്യാൻ ബി എക്സസൈസ്. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? 2-3 ഓപ്ഷൻസ് സെൻട്രൽ ഗവൺമെന്റ് ആദ്യം പറയും ലൈസൻസ് റിവോക്ക് ചെയ്യും. റിവോക്ക് ചെയ്യുന്നതിന് മുന്നേ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് 3 ഓപ്ഷൻസ് ആണ് അവരോട് പറയുക. 3 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ നീ പ്രൈവറ്റ് ആയിട്ടോ പബ്ലിക് ആയിട്ടോ നീ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിമിലർ സെക്ഷൻ 8 കമ്പനി ആയിട്ട് നീ അമാൽഗമേറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നീ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം കമ്പനീസ് ആക്ടിന് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ സീരീസ് മൊത്തം ഡിസ്കസ് ചെയ്തതിനകത്ത് ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ്. സെയിം സംഭവമാണ്. പിന്നെ ഏതൊക്കെ സർക്കംസ്റ്റാൻസ് ആണ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ഈ 3 എണ്ണം പറയാൻ വേണ്ടി പോകുന്നത്? ഇത് നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. 1, ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത ഒരു പർപ്പസ് ഉണ്ടാവൂലേ? കമ്പനി കോൺട്രാവീൻസ് എനി ഓഫ് ദ റിക്വയർമെന്റ്സ് ഓർ കണ്ടീഷൻസ്. നമ്പർ 1, where the affairs of the company are conducted fraudulently. Number 2, violative of the objects. Number 3, prejudicial to the public interest. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ? ഒന്നെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും, റിവോക്ക് ചെയ്യും, അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അനദർ സെക്ഷൻ 8 കമ്പനി ആയിട്ട്, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറയും. ഇതിൻ്റെ ഇടയ്ക്ക് അമാൽഗമേഷൻ ടു ഫോം എ സിംഗിൾ കമ്പനി, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, ദ വൈൻഡപ്പിൻ്റെ ഓപ്ഷനും കൂടെ എഴുതണേ. വൈൻഡിങ് അപ്പും പറയും. ഈ 3 എണ്ണത്തിൽ ഏത് വേണേലും പറയും. സോ ഇത് നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. 1, 2, 3 and 4. അതായത് കമ്പനി കോൺട്രാവീൻ ചെയ്തു, നമ്മുടെ സെക്ഷൻ 8ന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അവർ കോൺട്രാവീൻ ചെയ്തു, അല്ലെങ്കിൽ മറ്റേ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്രോഡലന്റ്ലി ആണ്, ഓക്കെ, അല്ലെങ്കിൽ വയലേറ്റീവ് ഓഫ് ദി ഒബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രിജുഡീഷ്യൽ ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. സോറി, ദിസ് ഇസ് നമ്പർ 2, this is number 3 and this is number 4. So company contravenes any of the requirements or conditions, affairs of the company conduct either fraudulently ആണ്, violative of the objects ആകാം, prejudicial to the public interest ആകാം. ഇതിലേത് സംഭവിച്ചാലും ഒന്നെങ്കിൽ പ്രൈവറ്റോ പബ്ലിക്കോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, സിമിലർ സെക്ഷൻ 8 കമ്പനി ആയിട്ട് അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, വൈൻഡപ്പ് ചെയ്യാൻ പറയും. ഞാൻ ആ മാരത്തോൺ സീരീസിൽ എടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങളോട് ഇൻസ്റ്റിറ്റ്യൂട്ട് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും, ഇതിന്റെ ബാക്കിയായിട്ട് ചോദിക്കും,
എന്താ വേറൊരു പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. വേറൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം, പബ്ലിക് കമ്പനി ആകാം. ഇത് സെക്ഷൻ 8 കമ്പനിക്ക് കൊടുക്കുന്ന ഓപ്ഷൻ അല്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവർ പറയും. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് പറയും നീ പ്രൈവറ്റോ പബ്ലിക്കോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയും വൈൻഡപ്പ് ചെയ്ത് പോക്കോളാൻ. നമുക്ക് തരുന്ന ഓപ്ഷൻ അല്ല, ഈ പറയുന്ന ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഓപ്ഷൻസ് അല്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെൻട്രൽ ഗവൺമെന്റ് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഓർഡർ ഇടും. ക്ലിയർ ആണോ? സെയിം ക്വസ്റ്റ്യൻ വി ഹാഡ് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് മാരത്തോൺ സീരീസ്. നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് എടുത്ത് നോക്കിയാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് അൾട്രാവൈസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വാച്ച് ദ സീരീസ്. ഓക്കെ ആണോ? ഒരു കിഡിലം ഗവൺമെന്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി അഗൈൻ വർക്ക് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അതേ സംഭവം മാരത്തോൺ സീരീസിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കമ്പനീസ് ആക്ടിന്റെ മാരത്തോൺ സീരീസ് നോക്കുക. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കമ്പനി പ്ലസ് സബ്സിഡിയറി കമ്പനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ അതിന്റെ ഫിഗർ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കിഡിലും ക്വസ്റ്റൻ ആണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു വർക്ക് ബുക്ക് ക്വസ്റ്റ്യനും ആണ്. അതേ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. യു ക്യാൻ ആക്ച്വലി check that question. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. HP Polytech Limited has a paid up share capital divided into 6 lakh equity shares of 100 each. 2 lakh equity shares of companies are held by central government and 1 lakh 20 shares are held by government of Maharashtra. 6 lakh ന്റെ നേർ പകുതി എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. So it is 2 lakh and 1 lakh 20,000 എന്ന് പറയുമ്പോൾ തന്നെ 3 lakh 20,000. So ഗവൺമെന്റ് കമ്പനി ആണോ? യെസ്. 51%. അഗെയിൻ ഞാൻ അവിടെ എടുത്തു പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. 51% ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യുവർ എക്സാം. അതിൻ്റെ 51% എന്ന് പറയുമ്പോൾ 3,06,000 മതി. 3,20,000 വരുന്നുണ്ട്. അതായത് 6 lakh ആണ് ടോട്ടൽ. 6 lakhന്റെ 51% എന്ന് പറഞ്ഞാൽ 3,06,000 ആണ്. നമുക്ക് എത്രയുണ്ട്? 2 lakh plus 1,20,000. സോ 3,20,000 തന്നെ വരുന്നുണ്ട്. മോർ ദാൻ 50%, 51% വരുന്നുണ്ട്. കണ്ടോ? ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ 51% സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പാർട്ട്ലി ബൈ സെൻട്രൽ, പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സബ്സിഡിയറി ഓഫ് എ ഗവൺമെന്റ് കമ്പനി. 6 lakh ആയിരുന്നു. 2 lakh plus 1,20,000 ടോട്ടൽ 3,20,000 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കമ്പനി 51% വന്നാൽ മതി. 6 lakhന്റെ 51 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കമ്മിങ് അപ് ടു 3,60,000. എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്? 3,20,000. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ഗവൺമെന്റ് കമ്പനി. ഇതല്ല നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യാം? ഞാൻ അങ്ങനെ വരും എന്നല്ല പറയുന്നത്. പക്ഷെ ഐ എം ടെല്ലിങ് യു, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. RTPയിൽ ഗവൺമെന്റ് കമ്പനിയെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നില്ലല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമയം അവർക്ക് ക്വസ്റ്റ്യൻസ് ലാഭിക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനി പ്ലസ് സബ്സിഡിയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു വെടിക്ക് രണ്ട് ക്വസ്റ്റ്യൻ കിട്ടും. You get same questions, same provisions in one particular question. നല്ലൊരു കിഡിലും ക്വസ്റ്റൻ ആണ്, വർക്ക് ബുക്ക് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് ചെയ്യുന്നതല്ല. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വർക്ക് ബുക്കിൽ ഗവൺമെന്റ് ഇട്ടു എന്നാ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ ഗവൺമെന്റ് സബ്സിഡിയറി ഒന്നിച്ചാക്കാം. ദേ കൻ ആസ്ക് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്. അങ്ങനെയാണ് പൊതുവെ ചെയ്തു കണ്ടുള്ളത്. ചിലപ്പോൾ സെയിം സംഭവം ഇതും സെയിം ക്വസ്റ്റൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദ ക്വസ്റ്റൻ നമ്പർ, എക്സാക്ട് സെയിം ക്വസ്റ്റൻ കിടപ്പുണ്ട് വർക്ക് ബുക്കിൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. No limited, ഇതേ പേരാട്ടോ സെയിം. No limited private limited company is incorporated as an unlimited company having a share capital of 10 lakh. One of the creditors, Mr. Samuel, filed a suit against a shareholder. Class discuss ചെയ്തതാ. Mr. Innocent for the recovery of his debt against no limited private limited company. Mr. Innocent has given a plea in the court that he is not liable as just a shareholder. എടാ ഇവർക്ക് പേരെങ്കിലും ഒന്ന് മാറ്റായിരുന്നു. Explain whether Mr. Samuel will be successful in recovering the dues. Previous year question ആണ്. സെയിം ക്വസ്റ്റ്യൻ. എടാ എപ്പോഴും ഓർത്തോണം, അൺലിമിറ്റഡ് കമ്പനിയാന്ന് വിചാരിക്കുക. അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഒരിക്കലും എക്സിസ്റ്റൻസിന്റെ സമയത്ത് ചോദിക്കാൻ പറ്റൂല. കമ്പനിക്ക് ചോദിക്കാൻ പറ്റൂല, ക്രെഡിറ്ററിനും ചോദിക്കാൻ പറ്റൂല. അൺലിമിറ്റഡ് കമ്പനിയുടെ കേസിന്റെ പ്രത്യേകത വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ മെമ്പേഴ്സിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആവത്തുള്ളൂ. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രം. only at this time. You cannot ask at the time of existence. അപ്പോൾ ഈ കേസിൽ ക്രെഡിറ്റർ വന്നിട്ട് ചോദിക്കുന്നത് എക്സിസ്റ്റൻസിന്റെ സമയത്താണ്, ചോദിക്കാൻ പറ്റൂല. You cannot ask. Exact same question. You can see in the workbook. Previous year ആണ് ക്ലാസ് ഡിസ്കസ് ചെയ്ത. കഴിഞ്ഞ ദിവസത്തെ മാരത്തോൺ ഇരുന്ന കുട്ടികൾക്ക് റിക്കളക്ട് ചെയ്തെടുക്കാം. പ്രൊവൈഡ്സ് ദാറ്റ് അൺലിമിറ്റഡ് കമ്പനി മീൻസ് എ കമ്പനി നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. ലയബിലിറ്റി ഹോൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ
വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റൻസിന്റെ സമയത്ത് ഒരിക്കലും ചോദിക്കാൻ വേണ്ടി പാടില്ല. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ ക്രെഡിറ്റേഴ്സിനെ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കഥ. മിസ്റ്റർ ഇന്നസെന്റ് ഇസ് ലയബിൾ അപ് ടു ഹിസ് ഷെയർ ക്യാപിറ്റൽ മാത്രം കൊടുത്തേച്ചാൽ മതി. ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന്റെ അടുത്ത് പോയിട്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാം. കമ്പനിയുടെ എക്സിസ്റ്റൻസ് നിങ്ങളുടെ ഭാഷയിൽ ഗോയിങ് കൺസേൺ എന്നും ഞാൻ പറഞ്ഞായിരുന്നു, സെയിം സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. ഗോയിങ് കൺസേണിന്റെ സമയത്ത് ചോദിക്കാൻ വേണ്ടി പറ്റൂല. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ഫ്രം വർക്ക് ബുക്ക്. പ്രീവിയസ് ഇയർ ആണ്, പേര് പോലും മാറ്റിയിട്ടില്ല. മിസ്റ്റർ സാമുവൽ, മിസ്റ്റർ ഇന്നസെന്റ്. കഴിഞ്ഞ ദിവസം മാരത്തോൺ വീഡിയോ കാണുക. നമ്മൾ കഴിഞ്ഞ ദിവസം മാരത്തോണിനകത്ത് ഓൾ ഇമ്പോർട്ടൻറ്റ് ഓൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആർ ഡിസ്കസ്ഡ്. സോ നിങ്ങൾക്ക് വെറുതെ കുറേ സമയം തന്നെ ഇരുന്ന് ചെയ്യുന്നതിലും ഭേദം നിങ്ങളൊരു 1 hour അതിനകത്ത് സ്പെൻഡ് ചെയ്താൽ കുറേ പോർഷൻസ് കവേർഡ് ആവും. ഇത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. വാട്ട് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ആക്ട് തള്ളി മറിക്കരുത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇസ് ഡിഫൈൻഡ് ആസ് എന്നൊന്നും പറയരുത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഒരു മീനിങ് പോലെ ഉള്ളൂ. വിച്ച് ഇസ് ഫ്രീലി ട്രാൻസ്ഫർ, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വിച്ച് ഇസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ബൈ മിയർ ഡെലിവറി ഓർ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഇൻ പ്രോപ്പർട്ടി ഇൻ സച്ച് എൻ ഇൻസ്ട്രുമെന്റ് ഇസ് പാസ് ടു എ ബോണിഫൈഡ് ട്രാൻസ്ഫറി ഫോർ എ വാല്യൂ. ഒരു വാല്യൂവിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് ഒരിക്കലും ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കണ്ടോ, ദ ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ ദ ടേം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. സെക്ഷൻ 13 പറയുന്നത് 3 കാര്യങ്ങളെയാണ് അവർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നുള്ളൊരു പേരിൽ വിളിക്കുന്നത്. ദാറ്റ് ഇസ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ആൻഡ് ചെക്ക്. സോ ഓർത്തോണം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സംഭവം ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അവർ 3 കാര്യങ്ങൾ NI ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ആൻഡ് ചെക്ക്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? ഭയങ്കര എളുപ്പമാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, സൈൻ ചെയ്തിരിക്കണം, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കണം, ഹോൾഡറിന്റെ ടൈറ്റിൽ ഫ്രീ ആയിരിക്കണം, ഡിഫക്റ്റീവ് ആവരുത്, കട്ടെടുത്ത മുതലൊന്നും ആവരുത്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് എനി നമ്പർ ഓഫ് ടൈംസ്, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനകത്ത് ഒരു അൺകണ്ടീഷണൽ പ്രോമിസോ ഓർഡറോ ഉണ്ടായിരിക്കണം. ടു പേ മണി ഓൺലി, ദ സം പേബിൾ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്, ദ പേ മസ്റ്റ് ബി സർട്ടൻ, വളരെ ക്ലിയർ ആയിരിക്കണം. ദ ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി ഡെലിവേർഡ്. മിയർ ഡ്രോയിങ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ലയബിലിറ്റി. ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻസ്ട്രുമെന്റ് ഡെലിവർ ചെയ്തിരിക്കണം. ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഇനി ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഇസ് എ പ്രോമിസറി നോട്ട്. ഐഡന്റിഫൈ വെദർ, നോട്ട് ചെയ്ത് വെച്ചു. ഐഡന്റിഫൈ വെദർ ദിസ് ഇസ് എ പ്രോമിസറി നോട്ട്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത ദിവസത്തെ നിങ്ങൾ മാരത്തോൺ സെഷനിൽ കയറിയാൽ മതി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, യു വിൽ ഗെറ്റ് എൻ ഐഡിയ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം. പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ട് ആ പ്രോമിസറി നോട്ട് ആണോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് NIയുടെ ഫീച്ചേഴ്സ് അല്ലേ, അവർ പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ. സോ ഫീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അത് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ. സോ അത് നോക്കിക്കോണം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ? We're going to the last question. Now, if you ask me, this wasn't a very important area. പക്ഷെ ഇത് RTPയിൽ വന്നു. ഇത് അങ്ങനെ മറ്റേ നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവലിലും ചോദിച്ചിട്ടൊന്നുമില്ല. ഇത് പണ്ടത്തെ ഇന്ററിന്റെ പോർഷൻ അല്ലേ, ഇന്ററിന് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി മാർക്ക് ഇറ്റ് as ഇമ്പോർട്ടൻറ്റ്. പണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളൊരു സംഭവമല്ല, അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഒന്നുമല്ല. സോ ഒന്ന് മാർക്ക് ചെയ്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എന്തായാലും നിങ്ങളുടെ RTPയിൽ വന്നില്ലേ. Manoj purchased some goods from Sagar. He issued a check to Sagar for the sale price on 14th June 2023. So Manoj കുറച്ച് ഗുഡ്സ് സാഗറിന് അടുത്തുനിന്ന് മേടിക്കുന്നു. അതിന് പകരം അയാൾ ചെക്ക് സാഗറിന് കൊടുക്കുന്നു for the sale price. Sagar presented the check in the bank and his bank informed him on 19th June 2023 that check was returned unpaid due to insufficiency of funds in the account of Manoj. Sagar sued against Manoj under 138. അപ്പോൾ ചെക്ക് ബൗൺസ് ആയി തിരിച്ചു വരുന്നു. അപ്പോൾ മറ്റേ സ്യൂ ചെയ്യുവാണ്. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദ സ്യൂട്ട് ഇസ് മെയിൻറ്റെയിനബിൾ. Section 138 of the Negotiable Instruments Act പ്രകാരം where check was issued by a person to discharge a legally enforceable debt. നമ്മളൊരു ചെക്ക് കൊടുക്കുന്നു, ഒരു ഡെറ്റ് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതിന് പകരമല്ലേ പൈസ കൊടുക്കാനില്ല, ചെക്ക് കൊടുക്കുന്നു. ബാങ്ക് കൊണ്ട് പ്രസന്റ് ചെയ്താൽ തനിക്ക് ക്യാഷ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. Was dishonored by the bank due to insufficiency of funds. Such person shall be deemed to have committed an offence. എടാ നമ്മൾ ചെക്ക് കൊടുത്തിട്ട് ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടാന്ന് വിചാരിക്കുക, അത്രയും പൈസ തികഞ്ഞിട്ടില്ല, നമ്മുടെ കയ്യിൽ പൈസ
ഇല്ല എന്ന് വിചാരിക്കുക. നോ ദാറ്റ് ഇസ് കമ്മിറ്റഡ് ആസ് എൻ ഒഫൻസ്, അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഷാൽ വിത്തൗട്ട് പ്രിജുഡൈസ് ടു എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ബി പണിഷ്ഡ് വിത്ത് an imprisonment for a term which may extend up to 2 years. 2 years imprisonment വന്നേക്കാം, with fine which may extend up to twice the amount of check or with both. So 50,000 രൂപയാണ് ചെക്കിനകത്ത് എഴുതിയേക്കുന്ന എമൗണ്ട് എങ്കിൽ twice the amount എന്ന് പറയുമ്പോൾ 1,00,000 രൂപ പ്ലസ് ഇംപ്രിസൺമെന്റ് വന്നേക്കാം. സോ നമ്മളുടെ ഒരു ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടേ പ്രസന്റ് ചെയ്തു. പക്ഷേ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ് കാരണം ആ പറയുന്ന ചെക്ക് ഡിസോണർഡ് ആവുന്നു. അവിടെ വരാൻ പോകുന്ന ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് എൻ ഒഫൻസ്, അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. സോ 2 years of imprisonment വന്നേക്കാം, പ്ലസ് വാട്ട് എവർ ഇസ് ദി എമൗണ്ട് ഓഫ് ദ ചെക്ക് അതിന് ട്വൈസ് എമൗണ്ട് വന്നേക്കാം, ഓർ ബോത്ത്, അതായത് ഫൈൻ പ്ലസ് ഇംപ്രിസൺമെന്റ് വന്നേക്കാം. However, check has been presented to the bank within 3 months or validity period of the check, whichever is earlier. The holder makes a demand for ഏതൊക്കെ കണ്ടീഷൻസ് ആണ്? ചെക്ക് ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ ബാങ്ക് വിതിൻ ദ 3 months. 3 months ആണ് ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ്. ഓർ വാലിഡിറ്റി പീരീഡ് ഓഫ് ദ ചെക്ക് whichever is earlier. അവിടെ ചെക്ക് പ്രസന്റ് ചെയ്യേണ്ട ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഹോൾഡർ എന്ന് പറഞ്ഞാൽ ചെക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾ. ഹോൾഡർ മേക്സ് എ ഡിമാൻഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ സെഡ് എമൗണ്ട് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ ഡ്രോയർ ഓഫ് ദ ചെക്ക് വിതിൻ 30 days ഓഫ് ദ റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ബാങ്ക് റിഗാർഡിംഗ് ദ റിട്ടേൺ ഓഫ് ദ ചെക്ക് ഈസ് അൺപെയ്ഡ്. അതായത് ഞാൻ ചെക്ക് കൊണ്ടേ പ്രസന്റ് ചെയ്യുന്നു, എനിക്ക് ചെക്ക് തന്നത് തസ്നയാണ്, ചെക്ക് കൊണ്ടേ പ്രസന്റ് ചെയ്യുന്നു, തസ്നയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഞാൻ ചെക്ക് കൊണ്ടേ പ്രസന്റ് ചെയ്തു, ചെക്ക് ഡിസോണേർഡ് ആവുന്നു. ഞാനിപ്പോൾ തസ്നയോട് പറയണം, തസ്ന മറ്റേ താൻ തന്ന ചെക്ക് ഡിസോണേർഡ് ആയിട്ടുണ്ട്, പൈസ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ തസ്നെ ഇൻഫോം ചെയ്യുന്നു. 30 daysനുള്ളിൽ പുള്ളിക്കാരി ഫണ്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ മോളി പറഞ്ഞ പണിഷ്മെന്റ് വരില്ല. സോ 30 daysനുള്ളിൽ ഞാൻ പറഞ്ഞു, തസ്ന ഞാൻ കൊണ്ട് ചെക്ക് പ്രസന്റ് ചെയ്തു, അവിടെ ഫണ്ട് ഇല്ല, ഇൻസഫിഷ്യന്റ് ഫണ്ടാണ്. അപ്പൊ ഞാൻ അവളെ അറിയിച്ചിട്ട് 30 daysനുള്ളിൽ ഇഫ് ഷീ ഈസ് അറേഞ്ചിങ് ദ ഫണ്ട്, നോ പ്രോബ്ലം. Now, the drawer of the such check fails to make the payment of the said amount of money within 15 days of the receipt of the set notice. A notice കിട്ടി 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് സെറ്റ് ആക്കി കൊടുക്കുന്നില്ല. സോ വിതിൻ 30 days of the receipt of the information ബാങ്കിന്റെ നമ്മളത് അറിയിക്കുന്നു, 15 daysനുള്ളിൽ പേയ്മെന്റ് അറേഞ്ച് ചെയ്യണം, അതും ചെയ്യുന്നില്ല എങ്കിൽ മോളി പറഞ്ഞ പണിഷ്മെന്റ് വരും. സോ ഇൻ ദ ഗിവൺ കേസ് കഥ മൊത്തം പറയാണ്, സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ഓർത്തോണം നമ്മൾ അയാൾക്കൊരു നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൊടുത്തിട്ട് അയാൾക്ക് അറേഞ്ച് ചെയ്യാൻ ഒരു 15 ദിവസം സമയം കൊടുക്കുന്നു. ആ 15 ദിവസത്തിനുള്ളിൽ അയാൾ പേയ്മെന്റ് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മോളി പറഞ്ഞ 2 years ഇംപ്രിസൺമെന്റും വരും, ട്വൈസ് എമൗണ്ട് ഓഫ് ചെക്കും വരും. ക്ലിയർ അല്ലേ? നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് അറേഞ്ച് ചെയ്യണം. നോട്ടീസ് കിട്ടി 15 daysനുള്ളിൽ പേയ്മെന്റ് അറേഞ്ച് ചെയ്യണം എങ്കിൽ പ്രശ്നമില്ല. 2 years ഇംപ്രിസൺമെന്റ് ഓർ ട്വൈസ് ദ എമൗണ്ട് ഓഫ് ചെക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ? നോ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സിന്റെ നിങ്ങൾ സെപ്റ്റംബർ 2024 RTP നോക്കണം. തൊട്ട് മുന്നത്തെ RTP മുസ്ലിം സർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫോർ യുവർ ജൂൺ എക്സാം, ജൂൺ 2024. ഈ 2 RTPയുടെ സീരീസ് നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ചില സമയത്ത് പ്രസന്റ് RTP എന്ന് ക്വസ്റ്റൻ ഇടും, പ്രീവിയസ് RTP എന്ന് ക്വസ്റ്റൻ ഇടും. സോ പ്രീവിയസ് RTP സ്റ്റുഡൻസ് പൊതുവേ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് കാണാറില്ല, അല്ലെങ്കിൽ നോക്കാറില്ല, ചുമ്മാ വായിച്ചു വിടും, റിസ്ക് എടുക്കരുത്. സോ എന്നോട് എപ്പോൾ ചോദിച്ചാലും ഞാൻ റെഗുലർ സ്റ്റുഡൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, പ്രസന്റ് RTP നോക്കുക, പ്രീവിയസ് RTP നോക്കുക. സോ ഇതിന്റെ വീഡിയോയും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടും. സോ അത് നോക്കിയിട്ട് എക്സാമിന് പോവാവുള്ളൂ. എവറി ടൈം ഐ കീപ്പ് ഓൺ ടെല്ലിങ്, ഓൾവേസ് ഗോ MTP ആയിക്കോട്ടെ RTP ആയിക്കോട്ടെ, പ്രസന്റ് നോക്കണം, പ്രീവിയസ് ഇയർ നോക്കണം. പ്രീവിയസ് ഇയർ അല്ല, പ്രീവിയസ് അറ്റംപ്റ്റ്. ഓക്കെ അല്ലേ? നോ ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുക. യു ഹാവ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. റൈറ്റ് ആൻഡ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര വായിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, റൈറ്റ് ആൻഡ് പ്രാക്ടീസ് മറക്കരുത്. പ്രൊവിഷൻ കേസ് ലോ ആപ്ലിക്കബിൾ ആകുമ്പോൾ കേസ് ലോ എഴുതണം. വേറെവർ കേസ് ലോ ഇസ് ആപ്ലിക്കബിൾ, പ്ലീസ് റൈറ്റ് ദാറ്റ്. കേസ് ലോ എപ്പോഴും വരത്തില്ലല്ലോ ആപ്ലിക്കബിലിറ്റി. Analysis and conclusion. Okay. So I hope the session was helpful. വീണ്ടും കാണുക, maximum effort കൊടുക്കുക. The next series I think it will be MTP and then Negotiable Instruments Act is what I remember. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. So we will meet for the next session. Please go through the Companies Act in the questions. നിങ്ങൾ നോക്കിയാൽ the same questions are being repeated. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. Okay. So I'll see you for the next session. Thank you.